ഒന്ന് ട്രാക്കിലായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്കെയിലപ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യമാണ്. ബിസിനസ് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഈ സ്കെയിൽ എന്ന് പറയുന്ന വിട്ടു പോകുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളിനകത്ത് നമ്മൾ വളരെ കുറച്ച് അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഒത്തിരി ദൂരം നമുക്ക് എഫേർട്ട് ഇടാനുണ്ട്, ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ ഈ ഫിഗേഴ്സും ഫാക്സുമാണ് നമ്മളെ ഇത് നോക്കുന്നില്ലെന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ചെയിൻ റീറ്റെയിൽ സ്റ്റോറുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം, ഇവിടെ ഓണർക്ക് ഒരു റോളുമില്ല. കംപ്ലീറ്റ്ലി ആ ബ്രാഞ്ചിലെ ടീമാണ് ഒരു ബ്രാഞ്ച് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ കൺസ്യൂമറുടെ അടുത്തും നമ്മുടെ ടീമിൻ്റെ അടുത്തും നമ്മൾ ഏറ്റവും ജെന്യുവിനായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ച് ഈ സ്ഥാപനം വളരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബിസിനസ്സുകാരന് സന്തോഷവും സമാധാനവുമായിട്ട് ഉറങ്ങാൻ പറ്റും, അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നൊരു സാധനം ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും? 100%. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അതിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്, ആ ബാലൻസിലാണല്ലോ ഓടുന്നത്. ഈ സ്റ്റോർ എക്സ്പീരിയൻസിനകത്ത് നമ്മളിപ്പോഴും റിസ്ക്കുകൾ എടുക്കാറുണ്ട്. ഇന്നോവേഷൻ, ഏറ്റവും കുറഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടർ ഞങ്ങൾ 20 വർഷം മുമ്പ് തന്നെ 9999, അതായത് 10,000 1 രൂപ കുറച്ച് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, കൈരളി കമ്പ്യൂട്ടർ ആണല്ലേ, മലയാളീകരിച്ചൊരു പേരൊക്കെ ഇട്ട് കൈരളി കമ്പ്യൂട്ടർ ഞങ്ങൾ അന്നിൻ്റെ. അപ്പോൾ അതൊരു ഹ്യൂജ് റിസ്ക് ആയിരുന്നു. ബൾക്കായിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി എൻ്റെ മദർ ബോർഡും പ്രൊസസ്സറും ഒക്കെ വാങ്ങേണ്ടി വന്നു, വലിയ നെഗോസിയേഷൻസ് ഒക്കെ. അപ്പം 1 രൂപ പോലും നമ്മൾ അതിനകത്ത് പ്രോഫിറ്റ് കാര്യമായിട്ട് ബുക്ക് ചെയ്തില്ല. പക്ഷേ കമ്പ്യൂട്ടറിനെ ജനകീയമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. അതിനകത്ത് ജനകീയമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കിട്ടും എന്നുള്ളതായിരുന്നു. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ലാപ്ടോപ്പിന്റെ ഒക്കെ ആവറേജ് വില, അതെ, ആവറേജ് മാറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്കുകളും അങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻസും. ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ. അങ്ങനെ ഒരു ചേഞ്ച് ലോകത്തിലേക്ക് കൊണ്ടുവന്ന് സ്വന്തമായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരാളാണിന്ന് നമുക്കൊപ്പമുള്ളത്. ചെറിയൊരു മുറിയിൽ നിന്ന് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് തുടങ്ങി സ്വന്തം ബൈക്കിന് പുറകിൽ കൊണ്ടുപോയി അത് ആളുകളിലേക്ക് എത്തിച്ച ഒരാൾ ഇന്ന് സാമ്രാജ്യമായി അതിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ്റെ ഒരു കഥയുണ്ട്. എൻ്റെ കൂടെയുള്ളത് ഓക്സിജൻ്റെ CEO ആയ ഷിജോ സാറാണ്. സർ, വെൽക്കം. നമസ്കാരം. സർ, ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ കടമുറി, അതിൻ്റെ ഉള്ളിൽ നിന്നും സാറ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് 1999 തുടങ്ങി കഴിയുമ്പോൾ ഒരു ബിസിനസ് പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളല്ല. അന്നൊരു സ്റ്റേബിൾ ജോലിക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ പോകണമെന്ന് പറയുന്ന കാലത്ത് അതല്ല എൻ്റെ വഴിയെന്ന് തീരുമാനിച്ച് ഇതിലേക്ക് വരാനായിട്ട് സാറിനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? വാസ്തവത്തിൽ അങ്ങനൊരു ബിസിനസ്, നേരത്തെ രേണു പറഞ്ഞതുപോലെ ഒരു ബിസിനസ് DNA എനിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലാരും ബിസിനസ് ചെയ്യുന്നവരില്ല. എല്ലാവരും ജോലി, കൃഷി അങ്ങനെ പോകുന്ന ആളുകളായിരുന്നു. കാഞ്ഞിരപ്പള്ളിയാണ് സ്വദേശം. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസ് 2 പേരും അധ്യാപകരായിരുന്നു. അപ്പം പൊതുവിൽ ബിസിനസ്സിനോടൊരു ഭയമുണ്ടായിരുന്നു അന്ന് എല്ലാ ആളുകൾക്കും. മാത്രമല്ല, മറ്റൊരു ജോലിയും കിട്ടാത്തവർ ചെയ്യുന്ന ഒരു തൊഴിലായിട്ടാണ് ബിസിനസ്സിനെ അന്ന് പൊതുവെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിരുന്നത്. അത്ര തന്നെ ഒരു മാന്യതയും കുറവായിരുന്നു വാസ്തവത്തിൽ. ഇപ്പം സംരംഭകത്വത്തിൻ്റെ ഇന്ന് ഒരു മാന്യത കൈവന്നിട്ടുണ്ടല്ലേ, സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ട്. പക്ഷേ അന്ന് അങ്ങനെ ഒരു മാന്യത ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ്, ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് വന്നത്. 2 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് സെല് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. പ്രാഥമികമായ വിവരങ്ങൾ അവിടുന്ന് ലഭിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത അന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം കമ്പ്യൂട്ടറൈസേഷൻ വന്നൊരു സമയമാണ്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നോവേറ്റബിൾ പാർട്ടായി മാറുന്ന അന്ന് തന്നെ നമുക്ക് തോന്നി, ഈ ഡിജിറ്റലൈസേഷൻ അല്ലെ കമ്പ്യൂട്ടറൈസേഷൻ. അപ്പം അതിൻ്റെ ഒരു സാധ്യത കണ്ടു. 2 ആളുകളുമായി നമുക്ക് വല്ലാതെ സമ്പർക്കത്തിലേർപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണല്ലോ ബിസിനസ്. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനൊരു വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സ്റ്റുഡൻസ് യൂണിയനിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബിസിനസ്സിലാണ് തോന്നിയത്. ഈ ടിപ്പിക്കലിയുള്ള ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നും മാറിയിട്ട് ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങളുമായി അടുത്തിടപഴകാനും നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടെ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് ബിസിനസ്സിൽ ഞാൻ കണ്ടു. ആ രീതിയിൽ കണ്ടു. സാധാരണഗതിയിൽ തുടക്കത്തിലുള്ള പോലെ തന്നെ വലിയ സ്വപ്നങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ജോലിക്ക് പകരം ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കാണ് തുടക്കത്തിൽ. ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് തുടങ്ങിയത്. സർ, ഈ ഇത്രയും വർഷത്തിനിടയിൽ ഇപ്പം 44 ബ്രാഞ്ചുകൾ സർ ഓപ്പൺ ചെയ്തു. വീണ്ടും പുതിയതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ വഴിയിലാണ് സാർ ഇപ്പം നിൽക്കുന്നത്. അവാർഡുകൾ ഒരുപാട് നേടി. ഓക്സിജൻ എന്ന പേര് മലയാളിയുടെ മനസ്സിലേക്ക് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറി. സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് തോന്നുന്നൊരു കാര്യം എന്താണ്? അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ പലപ്പോഴും തോന്നാറില്ല. പല നല്ല മുഹൂർത്തങ്ങൾ ബിസിനസ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തരുന്ന
പക്ഷെ നമുക്ക് അതിലൊരു വലിയൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഒന്നിലും തോന്നാറില്ല പൊതുവേ. പക്ഷെ ഒത്തിരി സന്തോഷം തന്നിട്ടുള്ള നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ബിസിനസ്സിലെല്ലാവരും സ്ട്രഗിളിൻ്റെ കാര്യങ്ങളാണല്ലോ. പക്ഷേ സ്ട്രഗിളുകൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടെങ്കിലും എപ്പോഴും ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു 90% വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ നെഗറ്റീവായിട്ടുള്ള സെറ്റ് ബാക്ക്സ് കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അത് ഓർത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. കൂടുതലും നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ചും നമ്മൾക്കിപ്പം ഒരു 2000-ലധികം ജീവനക്കാർ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നൊരു മേഖല അതാണ്. ഒരാളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു 10-20 വർഷമായ ആളുകൾ തന്നെ 100 കണക്കിന് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു നമ്മുടെ ഫാമിലിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടേ, ഒരു കുടുംബത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളും നമ്മുടെ സഹപ്രവർത്തകരും ഇതൊരു വലിയൊരു എന്താ പറയുക, നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന വളരെ സന്തോഷിക്കുന്ന ഒരു ഇടമാണത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു ഇടമാണ് ഓഫീസ്. കാരണം ഇവരെയൊക്കെ കാണാൻ പറ്റുന്നു, ഇവരോട് ഇടപഴകാൻ പറ്റുന്നു, അത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള ഹാപ്പിനെസ്സുകളാണ് ഞങ്ങളും അവാർഡുകളെക്കാളൊക്കെ ഉപരി. പിന്നെ ഉറപ്പായിട്ടും നല്ല നമ്മുടെ കൺസ്യൂമേഴ്സ്, ഞങ്ങൾ ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന നല്ല ഒരു കമൻറ്റ്, അത് നമുക്ക് ഒരു എന്താ പറയുക, ഏറ്റവും വലിയൊരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ പലപ്പോഴും സന്തോഷം തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങളാണ് ഏറ്റവും വലിയ റിവാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ സാർ അഭിനന്ദനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഓക്സിജൻ എന്നൊരു ബ്രാൻഡ് ഇത്രയും വലുതായിരിക്കുന്ന ഈ ഒരു വേളയിൽ 1-2 ആളുകൾ അഭിനന്ദിച്ചത് കൊണ്ടോ സന്തോഷം അവർക്കുണ്ടായത് കൊണ്ടോ ആ ബ്രാൻഡിന് വളരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ വളർച്ചയിൽ ഓക്സിജൻ്റെ ഒരു USP ആയിട്ട് സാറ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണ്? ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ, കാരണം ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാധാരണ റീറ്റെയിലൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, അതോട് കഴിയുകയാണ് അല്ലേ, ആ പ്രൊഡക്റ്റ് എടുത്തു പോയി. പക്ഷെ ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ടും കൂടെയാണ് കേട്ടോ, പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് വളരെ ക്രിട്ടിക്കലാണ്. അപ്പം വാങ്ങിയതിന് ശേഷമാണ്, പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് കൺസ്യൂമറിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ല. അപ്പം നിരന്തര ബന്ധത്തിലാണ് ഈ കൺസ്യൂമറുമായിട്ട്. പിന്നീടാണ് ബന്ധം തുടങ്ങുന്നതും അത് ശക്തമാകുന്നതും ഒക്കെ. മോശമാകുന്നതും ആ സമയത്താണ്. അപ്പം ഒരു USP ആയിട്ട് ഞങ്ങൾ അതാണ് ആദ്യം മുതൽ പറയുന്നത്, ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മൾ കൊടുക്കുന്നു കൺസ്യൂമർക്ക്, ആ ഒരു മനസ്സമാധാനം. കാരണം മനസ്സമാധാനം പോകാവുന്നതൊരു മേഖലയാണ് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റാണ്. എപ്പോൾ വേണമെങ്കിലും അതിനെ വിഷയം, പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിലൊക്കെ അന്നത്തെ കാലത്ത് ഒരു സോഫ്റ്റ്വെയറിലുണ്ടാകുന്ന ചെറിയ അപ്ഡേഷൻ ഇഷ്യൂസ് പോലും മൊത്തം ക്രാഷാകുന്നു, വൈറസ് അറ്റാക്ക്, ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങളായിരുന്നല്ലോ പണ്ട്. വൈറസൊക്കെ ഒരു വലിയ താരമായിരുന്നല്ലോ. അപ്പം അവിടെയൊക്കെ നമ്മൾ അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് കൊടുത്തിരിക്കണം. ഈ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം അവർക്കൊരു മനസ്സമാധാനം കിട്ടണം. അതൊരു USP ആയിട്ട് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ, ഫസ്റ്റ് സ്റ്റോർ മുതൽ തന്നെ ഓക്സിജൻ കെയർ എന്നുള്ള പേരിൽ അതിനുവേണ്ടി ഈ പീസ് ഓഫ് മൈൻഡ് കൊണ്ട് ഒരു യൂണിറ്റ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലൊരു റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല, അത് നമ്മളെ വിശ്വസിച്ച് വാങ്ങുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് സമാധാനത്തോടെ ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള. പിന്നെ 2, മാറി വരുന്ന ഉൽപ്പന്നങ്ങൾ. ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ നടന്നൊരു മേഖലയാണ് കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ. ഈ ഇലക്ട്രോണിക്സ് രംഗത്താണ് ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ, പ്രൊഡക്റ്റിനകത്തായാലും സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും ഒക്കെ. ആ മാറ്റത്തിനൊപ്പം നമ്മൾ നിൽക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും അഫോർഡബിളായ റേറ്റിൽ ആളുകളിൽ ആദ്യം എത്തിക്കുക, ഇതിനെപ്പോഴും നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് കൺസ്യൂമറുടെ മാറി. ആദ്യം ഞങ്ങൾ ബ്രൗഷേഴ്സ് കാണിച്ചിട്ടാണ് സെല് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിന് ടച്ച് ആൻഡ് ഫീൽ കൊടുത്തു. ലാപ്ടോപ്പൊക്കെ ആദ്യം തന്നെ തുറന്നു വെക്കാനുള്ള റിസ്ക് നമ്മൾ അന്നത്തെ കാലത്ത് ചെയ്തു. പിന്നെ സ്മാർട്ട് ഫോൺ ആകട്ടെ, ഏത് പ്രൊഡക്റ്റും ഈ ഏറ്റവും മനോഹരമായൊരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം, അത് ടച്ച് ആൻഡ് ഫീൽ എല്ലാവരും കൊടുക്കുന്നു, അതിലെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടച്ച് ആൻഡ് ഫീൽ കൊടുക്കാൻ പറ്റും എന്നുള്ള റിസർച്ചിലാണ് ഇപ്പോഴും ഞങ്ങൾ. ഓരോ ഷോറൂം കഴിയും തോറും കുറച്ചുകൂടി ബെറ്ററായിട്ട് എങ്ങനെ ആളുകൾക്കൊരു അനുഭവം, ഒരു ഷോപ്പിംഗ് അനുഭവം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന മറ്റൊരു USP. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടുണ്ട്, പിന്നെ ഈ ഷോപ്പിങ്ങിനകത്ത് കൊടുക്കുന്ന നൂതനമായിട്ടുള്ള അനുഭവം, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ആളുകളിൽ ആദ്യം എത്തിക്കുക. ഇതുകൂടാതെ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്ത് ബേസിക്കലി ഞങ്ങൾ സെയിൽസ്മാൻ അല്ല, സെയിൽസ് കൺസൾട്ടൻ്റ് എന്നാണ് നമ്മൾ ഇൻറ്റേർണലി പറയുന്നത്. കാരണം ഈ പ്രോഡക്റ്റ് പല ആളുകൾക്കും ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലൊരു 50 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 5 ഫീച്ചേഴ്സ് പോലും ആരും ഉപയോഗിക്കാറില്ല പലപ്പോഴും അല്ലേ. ഒത്തിരി വില കൂടിയ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പലപ്പോഴും ആളുകൾ. അപ്പം ഇത് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ആളുകളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികളുടെ അടുത്ത്, ദയവ് ചെയ്ത് കസ്റ്റമറെ മനസ്സിലാക്കി ഒരു നോ യുവർ കസ്റ്റമർ, ഒരു KYC നടത്തി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ ഡിവൈസ് ഇത്രയും പണം കൊടുത്ത് വാങ്ങുമ്പോൾ
അവർക്കിതുകൊണ്ട് അവരുടെ ലൈഫിനെ ഈസി ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസ് അതിലുണ്ട് ആക്ച്വലി. പക്ഷേ അത് പലപ്പോഴും പറഞ്ഞു കൊടുക്കപ്പെടുന്നില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും കൺസ്യൂമറിൽ അവയർനെസ് കൊടുക്കണമെന്ന് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ. പൂർണ്ണമായിട്ടും അത് കൊടുക്കുന്നു ഞാൻ 100% നമ്മളത് അച്ചീവ് ചെയ്യുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങളൊരു വളരെ സിൻസിയറായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം സാർ പറഞ്ഞു ആകസ്മികമായിട്ടാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുന്നത്. സാർ വരുന്ന സമയത്ത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതൊരു ബ്ലൂ ഓഷ്യനാണ്. അതായത് അവിടെ ഒരു ഷാർക്കിന് ഇറങ്ങാം, പക്ഷേ ഇറങ്ങണം, വേറെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലേ? ആ ഒരു ഇതിലൂടെ കടന്നുപോയി സാർ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം വർഷങ്ങളോളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് റെഡ് ഓഷ്യനാണ്. ഇപ്പം അവിടെയും ഇവിടെയും എല്ലാം അതിന് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്തത്? അതായത് ഇനീഷ്യലി ആ ബിസിനസ് ചെയ്ത സമയത്ത് ഇപ്പോൾ ബ്ലൂ ഓഷ്യനാണോ എളുപ്പം, റെഡ് ഓഷ്യനാണോ എളുപ്പം? രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് രണ്ടിനും അവസരങ്ങളും ഉണ്ട്, വെല്ലുവിളികളും ഉണ്ട്, രണ്ട് സ്ഥലത്തും. അപ്പം നമ്മൾ ഒന്ന് ട്രാക്കിലായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്കെയിലപ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ് പല ആളുകളിലും നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യമാണ്. ബിസിനസ് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഈ സ്കെയിൽ എന്ന് പറയുന്ന വിട്ടു പോകുന്നുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഏത് ബിസിനസ് നോക്കിയാലും അവർക്കൊരു സ്കെയിലപ്പ് മൈൻഡ് സെറ്റുള്ള ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ മാത്രമേ, അതായത് ഒരു മെയിൻ്റനൻസ് മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ട്. എനിക്കിത് മതി, എനിക്ക് മാസം നല്ലൊരു തുക കിട്ടുന്നു, ഞാനൊരു വലിയ വീട് വെച്ചു, നല്ല കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അപ്പം മെയിൻ്റനൻസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെത്തി, ഐ ആം ഹാപ്പി, തൃപ്തിയായി. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ അല്ലെ സ്കെയിലപ്പ് ചെയ്യണമെന്ന് മൈൻഡ് സെറ്റുള്ള ആളുകൾ അങ്ങനെ ഒരിക്കലും തൃപ്തരായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോ വർഷം കഴിയുന്നുണ്ട് നമ്മുടെ തൃപ്തി കുറവാണ് കൂടുന്നത്, തൃപ്തി കൂടുന്നില്ല, തൃപ്തി കുറവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മളവിടെ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പം ഞാനിപ്പം ആയിരിക്കുന്ന ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 1.8 ലക്ഷം കോടിയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ കൺസപ്ഷൻ നടക്കുന്നുണ്ട്, വാങ്ങൽ നടക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ. ഒരു വർഷം 1.8 ലാക്സ് ക്രോർ എൻ്റെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മാസം 700 കോടിയുടെ സ്മാർട്ട് ഫോൺ മലയാളി വാങ്ങുന്നുണ്ട്. കേരളത്തിനകത്ത് 700 കോടിയുടെ സ്മാർട്ട് ഫോൺ പ്രതിമാസം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊന്നുമല്ല. രാവിലെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ 1.8 ലാക്സ് ക്രോർ ഉള്ള ഒരു മാർക്കറ്റിൽ ഓക്സിജൻ വളരെ ചെറുതാണ്. ഞാനൊരു മണൽത്തരിയായിട്ടാണ് എനിക്ക് എപ്പോഴും നമ്മളെ തോന്നുന്നത്. അപ്പം നമ്മളൊന്നും ആയിട്ടില്ല. അപ്പം നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഇത് ആദ്യ സമയം പോലെ തന്നെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതൊരു ഗ്രീഡി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റല്ല. നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളിനകത്ത് നമ്മൾ വളരെ കുറച്ച് അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഇനി ഒത്തിരി ദൂരം നമുക്ക് എഫേർട്ട് ഇടാനുണ്ട്, ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ ഈ ഫിഗേഴ്സും ഫാക്ട്സുമാണ് നമ്മളെ ഇത് നോക്കുന്നില്ലെന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ പല റിപ്പോർട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, ഒത്തിരി സർവേ ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പം നമ്മളത് നോക്കി കഴിയുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല, ഒത്തിരി മുന്നോട്ട് പോകാനുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് അനുദിനം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് ഈ പറഞ്ഞ കാര്യത്തിൽ വളരാൻ ഒരുപാട് മുന്നോട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ കമ്പനിയുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സ്കെയിലപ്പ് ചെയ്യുന്ന ഈ ഒരു വേളയിൽ സാർ അഗ്രസീവായിട്ട് ഒരു 200 ബ്രാഞ്ച് അങ്ങ് തുടങ്ങിയേക്കാം എന്നുള്ളതല്ല സാർ ഇപ്പം ചെയ്യുന്നത്. സാറിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സാറിന് അതിന് പറ്റും. കാരണം സാർ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, മാർക്കറ്റ് എങ്ങനെയാണെന്ന് സാറിന് അറിയാം, സാറിന് എക്സ്പാൻഡ് ചെയ്യാം അങ്ങനെ. പക്ഷേ അഗ്രസീവായിട്ടുള്ള ഒരു എക്സ്പാൻഷനിലേക്ക് എന്തുകൊണ്ടാണ് സാർ പോവാത്തത്? അല്ലെങ്കിൽ സാർ എടുത്തിരിക്കുന്ന ഒരു അപ്രോച്ച് എന്താണ്? നമ്മൾ വളരെ പഠിച്ച് ചെയ്യാന്നുള്ളൊരു അപ്രോച്ചാണ്. ഈ മാർക്കറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷെ നമ്മൾ എവിടെ പോകണം എന്നുള്ളത് ഒരു ചോദ്യമുണ്ടല്ലോ. ഞാൻ പോകേണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, എൻ്റെ ഒരു സ്പേസ് ഞാൻ കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് റിസർച്ച് വേണം. കേരളത്തിൽ തന്നെ ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് പഞ്ചായത്തിലാണ് നമ്മൾ ഷോറൂം ഇടേണ്ടത് എന്നുള്ളത് മാർക്കറ്റിൽ അവൈലബിളായ ഡേറ്റകളെല്ലാം ശേഖരിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ പോകാമെന്നുള്ള. ഇങ്ങനെ പോകാനായിട്ട് നമ്മൾ തീരുമാനം എടുത്താലും പെട്ടെന്ന് നമ്മൾ ഓടിപ്പോകുന്നില്ല. കാരണം ഇപ്പം നമ്മളൊരു സ്ഥാപനം, ഇപ്പം ഞങ്ങൾ ചെയിൻ റീറ്റെയിൽ സ്റ്റോറുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം, ഇവിടെ ഓണർക്ക് ഒരു റോളുമില്ല. വാസ്തവത്തിൽ കംപ്ലീറ്റ്ലി ആ ബ്രാഞ്ചിലെ ടീമാണ് ഒരു ബ്രാഞ്ച് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടീമിനെ ആദ്യം ആ ബ്രാഞ്ചിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം. നമ്മൾ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അതിമനോഹരമായി ഫേർണിഷ് ചെയ്തു, കുറേ ഡിസ്പ്ലേ ചെയ്തു, മാർക്കറ്റിങ്ങിൽ കോടികൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ലൊരു ടീമല്ല ആ ബ്രാഞ്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം ബിസിനസ് നേരെ താഴേക്ക് ഡീഗ്രോത്തിലേക്ക് നമ്മൾ പോകുന്ന ആളുകൾ മടുക്കും. എന്തെല്ലാം സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഹ്യൂമൻ
എലിമെൻറ്റ് നല്ലതല്ലെങ്കിൽ ആളുകൾ മടുക്കും. അപ്പം മാൻ പവർ നമ്മൾ കറക്റ്റ് ചെയ്യണം. അങ്ങനെ പല ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ്. പിന്നെ നമുക്ക് അനുയോജ്യമായ സ്പേസ് കിട്ടണം. ഇപ്പോൾ എവിടെയെങ്കിലും പോയി ബ്രാഞ്ച് തുടങ്ങിയിട്ട് കാര്യമില്ല. എണ്ണം തേക്കാനായിട്ട് ഏറ്റവും കൺസ്യൂമറിന് അനുയോജ്യമെന്ന് തോന്നുന്ന, അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് അങ്ങോട്ട് ബിൽഡിങ് കിട്ടണം. കേരളത്തിലിപ്പം നമ്മൾ കാണുന്നൊരു വലിയ ചലഞ്ചാണ്, ബിൽഡിങ്ങുകൾ കുറവാണ്. പൊതുവേ ബിൽഡിങ് പണിത് ലീസിന് കൊടുക്കുന്നതിനോടുള്ള ഒരു വിമുഖത ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ പറയപ്പെടുന്ന അവർക്കത് വയബിളാകുന്നില്ലെന്നാണ്. ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ വെച്ചിട്ട് വയബിളാകുന്നില്ലെന്നാണ്. ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റൊക്കെ വെച്ചിട്ട് വയബിളാകുന്നില്ലെന്നാണ് ഈ സ്ഥല ഉടമസ്ഥർ പലപ്പോഴും നമ്മൾ ബിൽഡിംഗ് കെട്ടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ഇപ്പോൾ ഉണ്ട് പൊതുവെ നമ്മൾ നോക്കും. പിന്നെ മാൻ പവറിൽ ക്വാളിറ്റി മാൻ പവർ, നമ്മൾ ആ ക്വാളിറ്റി നോക്കുന്നതുകൊണ്ടാണ് ക്വാണ്ടിറ്റിയിലേക്ക് പലപ്പോഴും നമ്മൾ ജമ്പ് ചെയ്യാത്തത്. നമ്മൾ പറയുമല്ലോ, നമ്മൾ പലപ്പോഴും ബിഗറാകുന്നതിനും ബെറ്ററാകുന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങളുടെ ഫോക്കസ് ബെറ്ററാകുക എന്നുള്ളതാണ്. ബിഗറാകുക എന്നുള്ളതിലുപരി ബിഗറാകണം, ഗ്രാജ്വലി ടൈം എടുത്ത് ബിഗറാകുക. പക്ഷേ ആ ബെറ്റർ എന്നുള്ള പൊസിഷൻ നമുക്ക് അവിടെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് തൃപ്തിയില്ല. അതാണ് പ്രശ്നം. ഞങ്ങളുടെ തന്നെ ഒരു മാനസിക പ്രശ്നമാണത്. ബെറ്റർ ആകാതെ ബിഗറാകാൻ നമുക്ക് പറ്റുന്നില്ല. ഇതിൽ നിന്ന് ഞാൻ 2 കാര്യം ചോദിക്കട്ടെ. ഇപ്പം സർ സ്കെയിലിംഗ് അപ്പിൻ്റെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ സ്ഥലത്തും ഒരേ ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർ സമയമെടുത്ത് ഇത് വളർത്തുന്നതെന്നുള്ളത്. പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും 44 ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ട്, അടുത്ത പുതിയ ബ്രാഞ്ചുകൾ പുറത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഒരേപോലെ സാറിന് എങ്ങനെയാണ് ക്വാളിറ്റി എത്തിക്കാൻ സാധിക്കുക? ലൈക്ക് ആ ഒരു രീതിയിൽ ഹൗ ഡു യു മാനേജ്? അത് ഏത് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റിലാണ് മൊത്തം കമ്പനി ഓടുന്നത്? അല്ല, അതിലാണ് ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിലും, മാൻ പവറിൽ നമ്മുടെ ബേസിക്കലി നമ്മുടെ ലൊക്കേഷൻ തുടങ്ങി അവിടുത്തെ മാർക്കറ്റിംഗ്, റീജിയണൽ മാർക്കറ്റിംഗ്, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും ഒരു സ്റ്റോർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇതിനകത്തെല്ലാം നമുക്കൊരു തൃപ്തമായി കഴിഞ്ഞ് നമ്മൾ തുടങ്ങുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ സമയമെടുക്കുന്നത്. അപ്പം അത് കൺസ്യൂമർക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തിങ്ക് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് കാണാനും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനും അല്ലല്ലോ നമ്മുടെ ഷോറൂമുകൾ, അല്ലേ? നമ്മളിതെല്ലാം നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അവരോട് ഏറ്റവും നന്നായി പെരുമാറാൻ പറ്റുന്ന എംപ്ലോയീസിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. പല ഇൻ്റർവ്യൂസ് നടക്കുന്നു, ഷോർട്ട് ലിസ്റ്റുകൾ ചെയ്യുന്നു. തൃപ്തമായതിനു ശേഷം മാത്രം ചില ബിൽഡിങ്സ് എടുത്തിട്ട് ഈ പ്രോപ്പറായ മാൻ പവർ വരാത്തതിൻ്റെ പേര് ഞങ്ങൾ ഇങ്ങനെ ഡിലേഡ് ആയിപ്പോയിട്ടുള്ള പ്രൊജക്റ്റുകളും ഉണ്ട്. അങ്ങനെ ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളങ്ങനെ അനന്തമായി കാത്തിരിക്കാറില്ല. നമ്മുടെ മുമ്പുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കാത്തിരിക്കാറില്ല. നമ്മൾ രണ്ടും വേഗതയും കൃത്യതയും, അല്ലേ, ഒരേപോലെ നമ്മൾ സമന്വയിപ്പിച്ച് പോകണമല്ലോ. കൃത്യതയ്ക്ക് വേണ്ടി മുഴുവൻ വേഗതയും സ്ലോ ഡൗൺ ചെയ്തതായിട്ട് എനിക്ക് അഭിപ്രായമില്ല ആ കാര്യത്തിൽ. പിന്നെ അതിൽ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സാറ് പറഞ്ഞു ബിൽഡിങ്സിൻ്റെ കാര്യം, അതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഡെക്കാത്തലോൺ പോലെയുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു വെയർ ഹൗസിലാണ് അവരവരുടെ ഇത് വെക്കുന്നത്. ഇപ്പം ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടയിലോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് വളരെ പോഷായിട്ടുള്ള, വളരെ ഫീലുള്ളൊരു സ്ഥലമായിട്ടാണ് പല നിങ്ങളുടെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ ചോദിക്കുന്നത്, വേണമെങ്കിൽ അത്രയും അല്ലാതെ തന്നെ സാറിന് ആ ഷോറൂം സെറ്റ് ചെയ്യാം. വരുന്നവൻ ഫോണോ അവന് ഇലക്ട്രോണിക് അപ്ലയൻസോ വാങ്ങാനാണ് വരുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിലും അത് വാങ്ങും. പക്ഷേ അത്രയും അതിൽ സ്പെൻഡ് ചെയ്യണം, ഇറ്റ് ഷുഡ് ലുക്ക് ദിസ് വേ എന്നുള്ള ആ തോട്ട് എന്തിൻ്റെ ഫലമായിട്ടാണ്? വൈ ഡു യു ഡു ദാറ്റ്? അതൊരു DNA ആണ്. അതെനിക്കത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ വേണൊരു ചെറിയ ഒരു സ്ഥലത്ത് എനിക്ക് വ്യക്തിപരമായ എൻ്റെ കാര്യങ്ങൾ ഒരു ചെറിയ പരിമിതമായ സ്ഥലത്ത് എനിക്ക് നിർവഹിക്കാൻ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറ്റമറ്റതായിരിക്കണം. അത് കോംപ്രമൈസ് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്, അതാണൊരു താല്പര്യം. ഇനി കോമ്പറ്റീഷൻ, ഇപ്പം സാർ വന്ന സമയം പോലെയല്ല, കോമ്പറ്റീഷനുണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈനും വരും. പലപ്പോഴും സാറിൻ്റെ കടകളുടെ നേരെ മുൻവശത്തും തൊട്ടടുത്തുമായിരിക്കും ഈ കോമ്പറ്റീഷൻ വന്നിരിക്കുക. അപ്പോൾ ഏതൊരു നാട്ടിലേക്കും ഒരു പുതിയ കോമ്പറ്റീറ്ററെ വരുമ്പോൾ പല ബിസിനസ്സുകാരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, അയ്യോ ഇന്നിപ്പോൾ ഇത് കച്ചവടം കുറയോ, പ്രശ്നമാവോ എന്നുള്ളത്. അപ്പം സാറിനെ സംബന്ധിച്ച്, ഓക്സിജനെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഇതുവരെ എങ്ങനെ അഫക്റ്റ് ചെയ്തേ, സാർ അതിനെ എങ്ങനെ കാണുന്നു? ഷുവർ, ഞാൻ ഏറ്റവും ഞങ്ങൾ വളർത്തിയത് കോമ്പറ്റീഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും നമുക്ക് ഊർജ്ജം തരുന്നത് അവരാണ്, നമ്മുടെ ഒരു നല്ല കോമ്പറ്റീറ്റർ. നമുക്ക് അവരിൽ നിന്ന് പലത് പഠിക്കാനുണ്ടാവും. മാത്രവുമല്ല, നമുക്ക് കൂടുതൽ വേഗതയിൽ ഓടാനും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനും ജാഗ്രത കാണിക്കാനും ഒക്കെ എപ്പോഴും കോമ്പറ്റീഷൻ നമ്മളെ സഹായിക്കാറുണ്ട്. ഇപ്പം ഒരു കൊളാബറേഷൻ്റെ കാലഘട്ടം കൂടാണ് കോമ്പറ്റീഷൻ മാറി, അല്ലേ? ഒരു കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെ രണ്ട് കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ എങ്ങനെ ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടം. ഞങ്ങൾ കൊച്ചിയിൽ തന്നെ ഈ ബിസിനസ് തന്നെയുള്ള ഒരു 6-7 ആളുകൾ ചേർന്നൊരു കമ്പനി നടത്തുന്നുണ്ട്. ഒരു
ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളാണ് ചെയ്യുന്നത് കേരളത്തിൽ. 1-2 ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട 1-2 മൊബൈൽ ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് ഈ കോമ്പറ്റ് ചെയ്യുന്ന ഡീലേഴ്സ് ചേർന്നുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അത് കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ആശയം മുന്നോട്ട് വന്നത്, കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാമല്ലോ എന്നുള്ളത്. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളുടെ ആപ്പിൾ ടു ആപ്പിൾ ഒരു കമ്പാരിസൺ, അപ്പം നമ്മളൊരു റിയൽ കോമ്പറ്റീഷനിലേക്ക് കൺസ്യൂമർ എൻഡിൽ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ബെറ്റർ ആകാനാണ് കോമ്പറ്റീഷൻ സഹായിക്കുകയുള്ളൂ. നമ്മളെ കുറച്ചും കൂടെ നമ്മളെ പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ കുറ്റങ്ങൾ മാറ്റാനും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആകാനുള്ളൊരു അവസരമാണ് പലപ്പോഴും ഞങ്ങളുടെ നല്ല കോമ്പറ്റീറ്റേഴ്സ് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ അവരിൽ നിന്ന് നല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അവർ ചെയ്യുന്ന നല്ല പ്രാക്ടീസുകളുണ്ടാവും അവരുടെ. നമുക്കില്ലാത്തൊരു പ്രാക്ടീസ് ആയിരിക്കും, അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ അവരുള്ളതുകൊണ്ടാണല്ലോ. അപ്പം ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ വന്ന ഇപ്പം ഞങ്ങളുടെ സ്റ്റോറുകൾ ഇവരെയാണ് ചോദിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ വന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ ആ കോമ്പറ്റീറ്റർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ടേൺ ഓവറിന് ഒരു ഗ്രോത്താണ് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ശരിക്കും ഞങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് കോമ്പറ്റീഷൻ ഞങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ആളുകളെല്ലാം ഒന്ന് അലേർട്ടാവും അല്ലേ. നമ്മളെല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കും, നമ്മുടെ ടീമിനകത്ത് ശ്രദ്ധിക്കും, കസ്റ്റമർ കെയർ ശ്രദ്ധിക്കും, മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കും, സ്റ്റോറിനകത്തുള്ള ആംബിയൻസിലും അതിൻ്റെ ഒരു ഹൈജീനകത്ത് നമ്മൾ ശ്രദ്ധിക്കും. അപ്പം കൂടുതലൊരു ശ്രദ്ധ അവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ഗ്രോത്താണ് എപ്പോഴും കോമ്പറ്റീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു വലിയ മാർക്കറ്റിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്, അതിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം സാറ് വളരെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന്. അപ്പം ആ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ ശരിക്കും എങ്ങനെയാണ്? ഇപ്പം ചില കമ്പനീസ് ഉണ്ട് മൈക്രോ മാനേജിങ് പോലെയാണ്, ലൈക്ക് നമുക്ക് അറ്റം വരെയുള്ള എല്ലാം നമ്മൾ അറിയണം, നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ചില കമ്പനികളിൽ ഏറ്റവും നല്ല കമ്പനികൾ ഞാൻ കേട്ടിരിക്കുന്നത് അതിൻ്റെ ഓണർ അവിടെ ചെന്നില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരിതാണ്. അപ്പം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ, അത് സാറ് മാനേജ് ചെയ്തിരിക്കുന്ന രീതി അതെങ്ങനെയാണ്? രേണു പറഞ്ഞതുപോലെ ഞാൻ ഇൻവോൾവ് അല്ല വാസ്തവത്തിൽ, അത്ര കണ്ട് ഒരു മാക്രോ ലെവലിലാണ് ശരിക്കും എൻ്റെ ഇൻവോൾവ്മെൻറ്റ്. മൈക്രോ ലെവലിലില്ല ഞാൻ. ഒരു വർഷം ഞാൻ അവിടെ പോയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കണം. ഇപ്പോൾ ഉള്ളതിനൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കാനും സാധ്യതയുണ്ട്. കാരണം മാറി നിന്ന് റിമോട്ടിൽ നമ്മൾ നോക്കുമ്പം കുറച്ചും കൂടെ നമുക്ക് ഡേറ്റ മൈനിങ് നടത്താനും കുറച്ചും കൂടി ഡിറ്റാച്ച്ഡായിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കും. നമ്മൾ അവിടെ തന്നെ അതിൻ്റെ ഭാഗമായി ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ ഒബ്സർവേഷനും പിഴവുകൾ പറ്റാം. പക്ഷേ നമ്മളെപ്പോഴും ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷന് കുറച്ചും കൂടെ ശക്തിയുണ്ടെന്നല്ലേ, അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റി നിർത്തിയിട്ടൊരു കാര്യത്തിൽ നോക്കുമ്പോഴേ. അപ്പോൾ അത് പലപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ബോധപൂർവമായിട്ട് കുറേ ദിവസങ്ങളോളം മാറി നിൽക്കാറുണ്ട്. ഇപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് എനിക്ക് എൻ്റെ ബിസിനസ്സിനെ ഏറ്റവും നന്നായി നോക്കി കാണാൻ പറ്റുന്നത്. അതിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ കുറേ തിരക്കുകളിലേക്കും ആ ഡെയിലി റുട്ടീനിലെ ഇങ്ങനെ കുറേ ആളുകളെ നമ്മൾ കാണുന്നു, സമയം പെട്ടെന്ന് കടന്നു പോകാണല്ലോ. അപ്പോൾ ഒരു വർഷം ഞാൻ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പോയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവം അത്രയും എൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ എൻ്റെ എന്നാ പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് അവിടെ കുറവാണ്. അപ്പോൾ ഒരു സിസ്റ്റമാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരവരത് ഹാൻഡിൽ ചെയ്യുന്നു. ഓണർഷിപ്പ് അവർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ കാര്യം. നമ്മൾ ഏൽപ്പിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ വെർട്ടിക്കലിൻ്റെ ആളുകളും അവർ ഓണർഷിപ്പോടെയാണോ ചെയ്യുന്നത്, ജോലി പോലെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ പ്രസക്തമായ കാര്യം. അപ്പം ഒരു ഓണർക്ക് പകരം ഒത്തിരി ഓണേഴ്സ് ഉണ്ടെങ്കിൽ അല്ലേ, നമ്മൾ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ജോലി മാത്രമാണല്ലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു വൺ മാൻ ഷോ അല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുള്ള ഇതാണ്. ഇപ്പം മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1999 കണ്ടൊരു മാർക്കറ്റ് 2000 മാറി, 2010 കഴിഞ്ഞതോടുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയി. 2020 ശേഷമുള്ള മാർക്കറ്റ് കോവിഡും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ സാർ അത് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് വന്നൊരു മാറ്റം എങ്ങനെയാണ്? കേരള മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട് കേരള മാർക്കറ്റ് സ്പെസിഫിക് പൊതുവിൽ ആളുകളുടെ ബൈയിങ് പാറ്റേൺ ഒരു പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നേരത്തെ ഫീച്ചർ ഫോണായിരുന്നു ആൾ വാങ്ങിയിരുന്നെങ്കിൽ സ്മാർട്ട് ഫോണിലേക്ക് അതൊരു ടെക്നോളജി ചേഞ്ച്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൽ തന്നെ കോവിഡിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് ഞങ്ങൾ പറയും, ഞങ്ങളൊരു ടേമാണ് ടോട്ടൽ ടേൺ ഓവർ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പേഴ്സ് വോളിയമാണ്, വാല്യൂ ഡിവൈഡ് ബൈ വോളിയമാണ് ASP എന്ന് പറയുന്നത്. അതൊരു 15,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരുന്നു അത് മാക്സിമം ഒരു ASP സ്മാർട്ട് ഫോണിൻ്റെ. ഇന്നത് ഓക്സിജൻ്റെ 29,000 30,000 രൂപയാണ് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ലാപ്ടോപ്പിലേക്ക് വന്നാൽ ഒരു 25,000 to 30,000 ആയിരുന്നു കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷമൊക്കെ ഒരു ആവറേജ്. ഇന്നത് 60,000 അതായത് ഭയങ്കര 3 times ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രീമിയമൈസേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതിലുപരി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള അവരുടെ യൂട്ടിലിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള പുതിയ ഫീച്ചേഴ്സ് അടങ്ങിയ ക്വാളിറ്റിയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലേക്ക് എടുക്കുന്നതിനകത്താണ് ആളുകളിപ്പോൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഷിഫ്റ്റ് കൺസ്യൂമർ ബിഹേവിയറിൽ വന്നിട്ടുണ്ട് ബൈയിങ്ങിനകത്ത്. പിന്നെ
ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്. ഇപ്പോൾ ആളുകൾക്ക് പണ്ട് ഇപ്പം ഞാൻ കാണുന്നൊരു പ്രത്യേകത, പണ്ട് എല്ലാ വർഷവും മാറ്റുന്ന വില കുറഞ്ഞത് വാങ്ങുന്നു, എന്നിട്ട് എല്ലാ വർഷവും അത് മാറിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം എന്ന് അതിലേക്ക്, അത് ഈ 2 വർഷത്തിനിടെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു വ്യത്യാസമാണ്. എനിക്ക് ഡ്യൂറബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഏറ്റവും കുറഞ്ഞ സാധനമല്ല വേണ്ടത് എന്ന് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞ ബ്രാൻഡുകൾ ധാരാളം ഇതിനിടയ്ക്ക് മാർക്കറ്റിൽ വന്നു. വെച്ചാൽ സ്പെക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസായിരിക്കും, പക്ഷേ ഡ്യൂറബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും ആ പ്രൊഡക്റ്റിന്. അതിനൊരു കാലത്ത് വലിയൊരു ഡിമാൻഡ് സ്പൈക്ക് വന്നായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ആളുകൾ പറയുന്നു എനിക്ക് നീണ്ടു നിലനിൽക്കുന്ന പ്രോഡക്റ്റ്സ് വേണം. അതൊരു ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട്. സർ, ഇപ്പം സാറിൻ്റെ 3 ഡിജിറ്റിൽ നിന്നും ടേൺ ഓവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സാറിനെ നമ്മളൊരു സ്ഥലത്ത് കാണാറൊന്നുമില്ല. ലൈക്ക് സാറിനൊരു ഫ്ലാഷി ആയിട്ടുള്ള ലൈഫില്ല. ഇപ്പോൾ ചില ബിസിനസ്സുകാരുടെയൊക്കെ നമ്മൾ അവരെടുക്കുന്ന കാറുകളുടെ അതിൻ്റെ നമ്പറിൻ്റെ അങ്ങനെ പലതിൻ്റെ വീഡിയോസായി ഫ്ലാഷി ആയിട്ടുള്ളൊരു ലൈഫ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ സാറിന് അങ്ങനെയൊന്നും കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഫെയിം എന്ന് പറയുന്നൊരു സാധനം സാറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സാറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ഞാനും ഈ ബ്രാൻഡിന് വേണ്ടി ജോലി ചെയ്ത ഒരാളായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൻ്റെ ഓണർ എന്നുള്ളൊരു കോൺസെപ്റ്റിലുപരി CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണല്ലോ. ഞാനും ഒരു ജോലി ചെയ്യുന്നൊരു ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ. അപ്പം ബ്രാൻഡാണ് ഒന്നാമത് നിൽക്കേണ്ടത്, ബാക്കി അതിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം ആദ്യം പോലെ തന്നെ. അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് കേട്ടോ. ബ്രാൻഡ് ആയിരിക്കും അവരെപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുക. ഞാനത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ഡിബേറ്റല്ല, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്ന അതാണ്. എൻ്റെ ബ്രാൻഡ് എന്നേക്കാൾ വളരെ മുകളിലാണ് എന്ന് പറയുന്നതിലും അത് കേൾക്കുന്നതിലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനൊരിക്കലും ബ്രാൻഡിൻ്റെ മുകളിലല്ല, ഞാൻ ബ്രാൻഡിൻ്റെ താഴെയുള്ള ബ്രാൻഡിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ്. അതാണ്, ആ രൂപത്തിലാണ് നമ്മൾ ഓഫീസിൽ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ സഹപ്രവർത്തകരോടും അങ്ങനെയാണ്. നമ്മളിതിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ. പല ആളുകളുടെ എഫേർട്ടല്ലേ ഇത്, അല്ലാതെ എൻ്റെ എഫേർട്ട് മാത്രമല്ലോ. അപ്പം നമുക്കതിനകത്ത് നമ്മുടെ ഒന്നും അങ്ങനെ ഒരു ഓൺ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ഒത്തിരി ആളുകളുടെ വിയർപ്പാണ്. അപ്പം അതിനകത്ത് ഞാനൊരു നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാനിതൊരു അതിശയോക്തിയോ അല്ലെങ്കിൽ ഹമ്പിളാകാനായിട്ട് പറയുന്നതല്ല, എനിക്ക് ആക്ച്വലി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രാൻഡിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക, ബ്രാൻഡിനെ മുന്നിൽ നിർത്തുക, നമ്മളതിൻ്റെ അവസരങ്ങൾ അങ്ങനെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കാനാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഓക്സിജനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 2 ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. അത് ഓരോരുത്തരും ആപേക്ഷികമാണല്ലോ അല്ലേ. ചിലർക്ക് ചില കാര്യങ്ങൾ ചിലരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, മറ്റു ചിലർക്ക് അങ്ങനെയാണെന്നില്ല. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളാണല്ലോ. ചിലരെ സംബന്ധിച്ച് ഫെയിം ആയിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും, ചിലർക്ക് അങ്ങനെ ആകണം എന്നില്ല. വേറെ പല കാര്യങ്ങളുമായിരിക്കും അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകാം. അതൊക്കെ ഒരു ആപേക്ഷികതയെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മളാരെ കുറ്റപ്പെടുത്തുന്നില്ല, പലരും പല രീതിയിൽ അല്ലേ. ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ എത്തിക്സും മോറൽസുമാണ്. ചിലർക്ക് അവരുടെ എത്തിക്സ് മാത്രമാണ് എത്തിക്സ്, ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് ശരി. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ലൈഫിലും ബിസിനസ്സിലും സാർ പിന്തുടരുന്ന പ്രിൻസിപ്പിൾ, സാറിനെ ഒരിക്കലും ഞാൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങൾ എന്തിലൊക്കെയാണ്? ഒന്ന്, ബേസിക്കലി ഞാൻ ബിസിനസ്സിൽ കൺസ്യൂമറുമായിട്ടാണ് എൻ്റെ ഒന്നാമത്തെ കമ്മിറ്റ്മെൻറ്റ്. 2 എംപ്ലോയീസുമായിട്ടാണ് അല്ലേ. ഞാൻ ഈ സമൂഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, എന്നോടൊപ്പം നിൽക്കുന്ന ടീമിനോട് ഈ 2 ആളുകളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എത്തിക്സ് അല്ലേ, സമൂഹത്തോടും എൻ്റെ ടീമിനോടും. എൻ്റെ വ്യക്തിജീവിതത്തിലല്ല, ഞാൻ പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 2 കാര്യങ്ങളിലും നമ്മൾ വാക്കുകൾ പാലിക്കപ്പെട്ടിരിക്കണം. വാക്കുകൾ പറയുന്നത് പാലിക്കാനായിട്ടാണ്, അത് നടപ്പാകണം. 2, എന്താണോ നമുക്ക് അവർക്ക് വേണ്ടി, ഇപ്പം എംപ്ലോയീസിന് വേണ്ടിയാണെങ്കിലും കൺസ്യൂമർക്ക് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അവസരമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഈ 2 പേരെയും സെർവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പം അതിലേറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുക, ഏറ്റവും സത്യസന്ധമായിട്ട് കൊടുക്കുക. നാളെ റിഗ്രറ്റ്, നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ 2 എൻഡിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ എല്ലാം പൂർണ്ണമായിട്ടും, കാരണം നമ്മളിത് വ്യക്തികളിലൂടെയാണ് നടപ്പാക്കുന്നത് അല്ലേ. പലപ്പോഴും അതിനകത്ത് ഡൈലൂട്ടഡൊക്കെ ആകാറുണ്ടാകാം. വ്യക്തികളിലൂടെയാണല്ലോ ഞാനും ഈ സിസ്റ്റം ഓടിക്കുന്നത്. പക്ഷേ നമ്മുടെ കോർ ഫിലോസഫിയിൽ ഇതാണ്, നമ്മൾ കൺസ്യൂമറുടെ അടുത്തും നമ്മുടെ ടീമിൻ്റെ അടുത്തും നമ്മൾ ഏറ്റവും ജെന്യുവിനായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ച് ഈ സ്ഥാപനം വളരും അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ എംപ്ലോയീസും നമ്മുടെ കൺസ്യൂമറും നമ്മളിവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം വളരാതിരിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നമ്മൾ ഏത് ലോജിക്ക് ഉപയോഗിച്ചാലും അത് വളരുമല്ലോ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ കുറേ ഗ്രീഡി ആകാതിരിക്കേണ്ടി വന്നേക്കാം. പെട്ടെന്നുള്ള മുമ്പേ നമ്മൾ ആദ്യമേ സഡൻ ഗ്രോത്ത് ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചേക്കാം.
അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ക്ഷമ ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ പറയുന്നത് ശരിക്കും ബിസിനസ്സിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം ഒരു എത്രയോ സമയമെടുത്തായിരിക്കും ചിലപ്പം ഞാൻ തുടക്കത്തിലൊരു 7-8 വർഷത്തോളം എൻ്റെ P&L ലോസായിരുന്നു. അത്രയും ഇയേഴ്സ് അത്ര ഇയേഴ്സ് കണ്ടിന്യൂസ്ലി. ഞാൻ ചെറിയ ലോസൊക്കെയാണ്, ആ സമയത്ത് ടേൺ ഓവർ ചെറുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് എക്സിറ്റ് ആകേണ്ട സമയം അപ്പം തന്നെ എക്സിറ്റ് ആവും. കാരണം എനിക്കാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷെ നമ്മൾ ആ ക്ഷമ എന്നുള്ള ഒരു ഫാക്ടർ അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത് ക്ഷമയായിരുന്നു എന്നുള്ളതേ. മറ്റേ നമ്മളൊരു ഓട്ടമായിരുന്നല്ലോ. അപ്പം ക്ഷമ ഭയങ്കരമായിട്ട്, കാരണം ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമ്പോഴും പെട്ടെന്ന് റിസൾട്ട് എന്നുള്ളതേ പല ആളുകൾക്ക് അതാണ് ഈ നിരാശ പലപ്പോഴും അല്ലേ നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണല്ലോ. അപ്പം നമ്മളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു, റിസൾട്ട് പിന്നെ പതിയെ കിട്ടുന്നു. എംപ്ലോയീസിൻ്റെ കാര്യത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പെർഫോം ചെയ്യണമെന്നില്ല. പലപ്പോഴും നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും അങ്ങനെ അല്ലാതെ പലപ്പോഴും പെരുമാറുന്നത്. പക്ഷേ അവിടെയും ഒരു ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേ ആൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലർ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമല്ലോ, വേണ്ട അയാളെ ഇപ്പം തന്നെ സാക്ക് ചെയ്തേക്കാം, വിട്ടേക്കാമെന്ന് തീരുമാനിക്കും. പക്ഷെ അങ്ങനെ നമ്മളൊരു പരീക്ഷണം വീണ്ടും നടത്തിയ ആളുകൾ നമ്മുടെ പ്രധാന മുഖ്യധാരയിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കൊക്കെ പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത്. കാരണം ആർക്കും മിസ്റ്റേക്സ് പറ്റാം, ആരും കുറ്റമറ്റതല്ല. ഇവിടെ ഒന്നും അല്ലേ പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അത് സംഭവിക്കാം. ഒരു ക്ഷമ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ ഇതൊക്കെയാണ് ഒരു പ്രിൻസിപ്പളായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ സാറിൻ്റെ സ്ഥാപനത്തിലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇത് എൻ്റെ തോന്നലാണോ എന്ന് സാറ് പറയണം. അതായത് സാറിൻ്റെ കൂടെ തുടങ്ങിയ ആളുകൾ ഇപ്പോഴും ഒരുപാട് പേരും സാറിൻ്റെ കൂടെയുണ്ട്. ഏറ്റവും കുറച്ച് റിസൈൻ ചെയ്ത് പോകുന്ന ആളുകൾ സാറിൻ്റെ കമ്പനിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ വർക്ക് പ്രഷർ കുറഞ്ഞത് കൊണ്ടാണോ അതോ സാറിൻ്റെ നമ്മൾ പറയുമല്ലോ ഡീലിങ്സ് കറക്റ്റാണ്? അപ്പോൾ അത് ഏത് ആംഗിളിൽ നിന്നാണ് അങ്ങനെ ഈ കൂടെയുള്ള ആളുകളെ വിശ്വസ്തയോടുകൂടി പിടിച്ചു നിർത്താൻ പറ്റുക, അവരവിടെ തന്നെ ഉണ്ടാവുക, കമ്പനി വിശ്വസിച്ച് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് പിന്നിലുള്ള സാറിൻ്റെ ഏത് ഡിസിഷനാണ് അതങ്ങനെ ആക്കിയത്? പലപ്പോഴും ഈ ഓണർഷിപ്പ് നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് ഇല്ലെന്നുള്ളതാണ് പൊതുവെ സംരംഭകരുടെ ഒരു പരാതി. ഞാൻ ഏൽപ്പിച്ചു, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാൾ തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഓണർഷിപ്പ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ പ്രശ്നം അല്ലേ. ഓണർഷിപ്പ് നമ്മൾ കൈമാറേണ്ടതാണ്. ഓണർഷിപ്പ് തനിയെ വരില്ലല്ലോ, അത് ഓർഗാനിക്കായിട്ട് വരില്ല. അതിനെ കുറച്ച് നമ്മളും ചെയ്യേണ്ടതായിട്ടുണ്ട് ഏൽപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കുന്നൊരു പവറാണ്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ നമ്മൾ കൊടുത്തിരിക്കണം. അത് തെറ്റാം, അവർ തീരുമാനങ്ങളെടുത്ത് ചിലപ്പം പൊളിഞ്ഞ് പാളിസായി പോവാം. പക്ഷേ ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഒരു സ്ഥലത്ത് കൊടുക്കുകയും അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്ത് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. കാരണം റെസ്പോൺസിബിലിറ്റി ധാരാളം കൊടുക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നില്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്നും ഒരു ഫിയർ ഫാക്ടറിലായിരിക്കും ജോലി. അവർക്കൊരു ഓണർഷിപ്പ് അതിനകത്ത് റോൾ ഉണ്ടാകത്തില്ല അവർക്കല്ലേ. ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരില്ലല്ലോ. ആരോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ മാത്രം. ഞങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ ട്രൈ ചെയ്യുന്നത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പവർ കൊടുക്കുന്നു. അവർ ചെയ്യട്ടെ, തെറ്റുകൾ ഒത്തിരി പറ്റാം, പക്ഷേ ചെയ്യട്ടെ. അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ വലിയൊരു ഓണർഷിപ്പ് കാണിക്കുന്നതായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് അതുകൊണ്ടാണ് പണിയില്ലാത്തത്. ഈ ഓണർഷിപ്പ് ഡിവൈഡഡ് ആണല്ലോ, ഞങ്ങളുടെ ടോട്ടൽ ഓണർഷിപ്പിനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പം നമുക്ക് ടെൻഷനില്ല കാര്യമായിട്ടേ. അപ്പോൾ ഈ ടെൻഷനൊക്കെ പല ആളുകളും എടുക്കുകയാണ്, ഓരോ സെക്ടറിലുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം, പവർ, റെസ്പോൺസിബിലിറ്റി, ഫ്രീഡവും കൊടുക്കണമല്ലോ നമ്മൾ. ഇത് മൂന്നും കൊടുക്കുകയും ഒരു മനുഷ്യരായിട്ട് അവരെ നമ്മൾ ഈക്വലായിട്ട് കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു എംപ്ലോയിലും ഓണർഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനും സംഭവിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ന്യൂനപക്ഷമാണിത്. നമ്മൾ മെജോറിറ്റി ആണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മളെപ്പോഴും എടുത്ത് ജനറലൈസ് ചെയ്യുന്ന അത് പാടില്ലല്ലോ. ന്യൂനപക്ഷ കേസിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഫ്രീഡം കൊടുത്ത്, പവർ കൊടുത്ത്, റെസ്പോൺസിബിലിറ്റി കൊടുത്ത ആളുകൾ പവറൊക്കെ ഉപയോഗിച്ചു, പക്ഷേ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്തില്ല. അങ്ങനെ സാഹചര്യങ്ങളുണ്ട്. അത് പക്ഷേ ചുരുക്കമാണ്. ഭൂരിപക്ഷ സമയങ്ങളിലും തിരിച്ചത് മറ്റും. അപ്പോൾ ഞാനിപ്പോഴും ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെങ്കിലും അവരെ തന്നെ ഏൽപ്പിക്കും. നമ്മളതിൽ പോയി ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, അനാവശ്യമായി കൈ കടത്താതിരിക്കുക, അനാവശ്യ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. ഇങ്ങോട്ട് ചോദിച്ചാൽ നമ്മളൊരു അഭിപ്രായം അവരോട് പറയുക. പക്ഷേ അഭിപ്രായം ചിലപ്പോൾ പറയേണ്ട സാഹചര്യം അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട രീതിയിൽ പറയാമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം ഒരു കാര്യം പോലെ അവർ ചെയ്യുന്നു. വർക്ക് പ്രഷറിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചു, അതിന് മറുപടിയായിട്ട് ഞാനിത് പറയാം. പ്രഷറാണെന്ന് ഫീൽ ചെയ്യാതെ അവർ പ്രഷർ എടുക്കുന്നുണ്ട്. അവർക്കത് പ്രഷറാണെന്ന് തോന്നുന്നില്ല. പക്ഷേ വേറെ അറ്റ്മോസ്ഫിയറിലാണ് അത് ഹൈ പ്രഷറായിട്ട് അവർക്ക് തോന്നാം. ഈ ഫ്രീഡവും പവറും ഇല്ലാതെ സെയിം കാര്യം ചെയ്യുമ്പം
വർക്ക് പ്രഷറായിട്ട് തോന്നുന്നു. പക്ഷേ അത് രണ്ടും ഉള്ളപ്പം പ്രഷറല്ല, റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതി വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അപ്പം അത് ഞാനതൊരു ഒരു ഭാഗ്യമായിട്ടാണ് ഏറ്റവും ഈ ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വാസ്തവത്തിൽ മനുഷ്യബന്ധങ്ങളിൽ കുറച്ചുകൂടെ ശക്തമായ വിശ്വാസം എനിക്ക് കൂടുക ചെയ്തത്. ഞാൻ അതിന് മുമ്പൊക്കെ സാധാരണ മലയാളികൾ എപ്പോഴും അങ്ങോട്ട് മനുഷ്യർ തമ്മിൽ വിശ്വാസം കുറവാണല്ലോ. അയ്യോ അതെ ഇവരെന്നെ എങ്ങനെ നോക്കി ഒരു പ്രജുഡിസ് മൈൻഡ് പറ്റിക്കും. പ്രത്യേകിച്ച് മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വല്ലാതെ ഒരു മനുഷ്യവിശ്വാസിയായിട്ട് മാറി. കാരണം നമ്മളെ ആളുകളിങ്ങനെ ഇത് എക്സ്പീരിയൻസ് എനിക്കെപ്പോഴും നല്ലതാണ് കിട്ടുന്നത്, നമ്മുടെ ടീമിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടി നമുക്ക് ഭയങ്കര ഇപ്പം സമൂഹത്തിലുള്ള മറ്റൊരാളെയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മനുഷ്യർ പൊതുവിൽ നല്ലതാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് ആദ്യം കിട്ടിയത്. പിന്നെ നമ്മുടെ ഇടപഴകിയ മറ്റാളുകളും അത് തരുന്നുണ്ട്. അപ്പം വളരെ അപ്പോൾ തിരിച്ച് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ വികാരം. ആ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള നമുക്കൊരു ത്വര ഉണ്ടാവും അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണല്ലോ ഈ ഓഫീസിനകത്തുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയാണല്ലോ. പിന്നെ ഈ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നതാണ് പണം. 100 1000 ഫിലോസഫി പണത്തെക്കുറിച്ച് ആളുകൾ പറയുമെങ്കിലും പണമില്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല എന്ന് പറയാറുണ്ട്. സാർ എങ്ങനെയാണ് പണത്തെ കാണുന്നത്? ഫിലോസഫിക്കലി അല്ല, പക്ഷെ ഞാൻ ആക്ച്വലി പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണം ഉറപ്പായിട്ട്. ഇപ്പം എൻ്റെ നീഡ്സ് ഉണ്ട്, എനിക്ക് എൻ്റേതായ ഒരു സെറ്റ് ഓഫ് നീഡ്സ് ഉണ്ട്. എൻ്റെ ചില താല്പര്യങ്ങളും എൻ്റെ ചില ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എനിക്ക് അല്ലേ. അതിനുവേണ്ടിയുള്ള പണം വേണം. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റേത് മാത്രമാണ്, അത് മറ്റൊരാളുടേത് പോലെ ആകണം എന്നില്ല. അപ്പോൾ പലപ്പോഴും മറ്റൊരാളുടെ ആഗ്രഹത്തെ സ്വന്തം ആഗ്രഹം പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പണം നമ്മൾ സമ്പാദിക്കുന്നതിൽ എന്താണ്, അതിനുവേണ്ടിയാണല്ലോ മനുഷ്യൻ എഫേർട്ട് ഇടുന്നത് അല്ലേ. അത് ഉറപ്പായിട്ട് വേണം. അങ്ങനൊരു നമ്മൾ ഭൗതികത എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്, അതുണ്ടല്ലോ. നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും മനുഷ്യൻ ജോലി ചെയ്യാൻ പോകുന്നു, നമ്മൾ ബിസിനസ് ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടി. പക്ഷേ അതിനൊരു അളവ് പോലും നമുക്ക് ഓരോരുത്തർക്കും ഡിഫറൻ്റാണ്. എൻ്റെ അളവ് പോലും ഡിഫറൻ്റാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയ്ക്ക് അപ്പുറത്തേക്കുള്ളൊരു പൈസയോട് എനിക്ക് ഞാനതിന് ആ പൈസ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നതിനോട് ഞാൻ അത്ര സന്തോഷം കണ്ടെത്തുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, എൻ്റെ ഒരു ഹാപ്പിനെസ്സിനകത്ത് എൻ്റെ SBI അക്കൗണ്ടിനകത്ത് എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നുള്ള എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സൂചികയല്ല, ഒരു മാനദണ്ഡമല്ല. എൻ്റെ SBI അക്കൗണ്ടിൽ ഇത്ര കോടി എൻ്റെ SBI അക്കൗണ്ടിൽ ഞാൻ മാറ്റി ഇട്ടിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും അങ്ങനെയാണല്ലോ ആളുകൾക്ക്. അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഇത്ര ആസ്തികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സന്തോഷ സൂചികയിലൊന്നല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് വേണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ അല്ലേ നമ്മൾ കൈ നീട്ടാൻ പാടില്ല. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾക്ക് പണം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ തരുന്നൊരു ഹാപ്പിനെസ്സാണ്. ഞാൻ പണം എന്നുള്ള കറൻസി നമ്മൾ ഹാപ്പിനെസ് തരുന്നില്ലെങ്കിലും നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നു. ആ രൂപത്തിൽ പണത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. സാറിനതിപ്പോൾ പറയാം, കാരണം സാറ് ഇത്രയും വർഷമായി വരികയും സാർ ആ ടെൻഷനിലൂടെയും പ്രഷറിലൂടെയും കടന്നുപോയി ഇവിടെ എത്തിയ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്നുണ്ട്, സ്വന്തം നിലയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് ബിസിനസ്സുകൾ ആരംഭിക്കുന്നവരുണ്ട്. സാറ് പറഞ്ഞ പോലെ ഒരു 7-8 ഇയേഴ്സ് സാറ് ബാലൻസ് ഷീറ്റിൽ പ്ലസ് കണ്ട ഒരാളല്ല. ആ സമയത്ത് സാറിനത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ സാർ കടന്നു പോയിട്ടുണ്ട്. സാറിന് സ്ഥിരമായ ഒരു ജോലിയിൽ നിന്ന് വരുമാനം വരുന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്തും സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയായിരുന്നു. അതായത് പണമില്ലാത്തതിൻ്റെ പേരിൽ വിലയില്ലാതായ സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പണത്തിൻ്റെ പ്രസക്തി വരുന്നത് ഞാൻ കൊടുക്കാനുള്ള ആളുകൾ, ഞാൻ എൻ്റെ സപ്ലൈസ്, എന്നെ സഹായിക്കുന്ന ബാങ്ക്, അതിൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് ക്രെഡിറ്റിന് പ്രോഡക്റ്റ്സ് തരുന്ന എൻ്റെ സപ്ലൈസ്. അവിടെ പണത്തിന് അവിടെ കൃത്യമായൊരു അർജൻസി ഉണ്ട് അല്ലേ. അത് നമ്മുടെ വ്യക്തിപരമായ ലക്ഷറിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ കൃത്യസമയത്ത് പണം കൊടുക്കണം, ക്രെഡിറ്റിനൊക്കെ വാങ്ങുമ്പോഴേ. അതുപോലെ എൻ്റെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കണം. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ബിസിനസ് നടത്തുമ്പോൾ പണം ആ ചക്രത്തിൽ കറങ്ങണമല്ലോ. കറങ്ങിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവും. പിന്നെ രേണു ആദ്യം ചോദിച്ചത് പോലെ നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിന് വേണ്ടിയുള്ള പണത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനകത്ത് എൻ്റെ ആവശ്യങ്ങൾക്ക്, പരിമിതമായ ആവശ്യങ്ങൾക്കുള്ള പണമുണ്ടെങ്കിൽ ഐ എം ഹാപ്പി എന്നുള്ളതാണ്. കണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്രൈവറ്റ് പ്ലെയിൻ മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ BMW ബെൻസിലോ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കില്ല. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിൻറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വർക്ക് ലൈഫ് ബാലൻസ്, എവറിഥിങ് കംസ് ടു ദാറ്റ്. എൻഡ് ഓഫ് ദി ഡേ
ഏറ്റവും സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബിസിനസ്സുകാരന് സന്തോഷവും സമാധാനവുമായിട്ട് ഉറങ്ങാൻ പറ്റും, അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നൊരു സാധനം ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? 100%. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അതിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്, ആ ബാലൻസിലാണല്ലോ ഓടുന്നത്. കാരണം ഇത് നമ്മൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് ആണ് ബിസിനസ്സിനോട് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അതായത് നമ്മളതിലങ്ങ് വല്ലാതെ അങ്ങോട്ട് നമ്മൾ സർവ്വതും അതിലർപ്പിച്ച് നമ്മുടെ ബുദ്ധിയും ഒക്കെ നമ്മൾ അർപ്പിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും, റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും റൈറ്റ് ടൈമിൽ. പലപ്പോഴും അതിൽ നമ്മൾ 100% അറ്റാച്ച്ഡ് ആയിട്ട്, അത് നിരാശകൾ ഒക്കെ അതിൽ നിന്നാണല്ലോ ഉടലെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ നിരാശകൾ പൊതുവെ അങ്ങനെ തോന്നും, അയ്യോ അത് ഫെയിലിയർ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റി അപ്പോഴേ നോക്കുന്നു, അല്ലേ? ആ ഒരു പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് ഡിസിഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റും, കറക്ഷൻസ് എടുക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുത്തതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുള്ള കറക്ഷൻസാണ്. ഡിസിഷൻസിനേക്കാൾ കൂടുതൽ കറക്ഷൻസാണ് എടുത്തിരിക്കുന്നത്. കാരണം ഡിസിഷൻസ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാതെ വരുമ്പോൾ മറ്റൊരു റൂട്ട് നമ്മൾ പിടിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അവിടെ ഒരു കറക്ഷനാണ്, ഒരു കറക്റ്റീവ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കറക്ഷൻസ് തുടർച്ചയായിട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ പീസ് ഓഫ് മൈൻഡോടുകൂടി ആ പ്രശ്നത്തെ പഠിച്ചെങ്കിലേ കറക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ പെട്ടുപോയി അതിലങ്ങ് പെട്ടുഴലുകയാണ് നമ്മളല്ലേ. അപ്പോൾ ആ കറക്ഷൻ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. നമുക്കൊരു തിരിച്ചുവരവ് എപ്പോഴും പല ബിസിനസ്സിലും ഒരു പ്രശ്നം വന്നിട്ട് തിരിച്ചു വരാൻ പറ്റാതെ വരുന്ന ആ പ്രശ്നത്തിനകത്ത് തന്നെ നമ്മളും പോയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടീം നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാനുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോടൊപ്പം ആരൊക്കെയാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ് ഒരു ബിസിനസ് നടത്തുമ്പോൾ. കാരണം ഇത് സ്കെയിൽ ചെയ്യും തോറും നമ്മൾക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയൊരു ടീമിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മനോഭാവത്തെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് തനിയെ മനോഭാവം ഉണ്ടാകണമെന്ന് ശഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അവരോടൊപ്പം ചേർന്ന് നമ്മുടെ ഒരു കൾച്ചറിലേക്ക് അവരെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആ ബാലൻസ് കിട്ടും, അവർക്കും ആ ബാലൻസ് കിട്ടും, നമുക്കും ആ ബാലൻസ് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സുകാരെക്കുറിച്ചുള്ളൊരു പഴയ കാഴ്ചപ്പാടാണ്, ബിസിനസ്സുകാർക്ക് 24/7 ടെൻഷനാണ്, അവർക്ക് യാതൊരു രീതിയിലും അവർക്ക് ഉറക്കമില്ല, അവർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നു. അത് പണ്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഒരു വൺ മാൻ ഷോ ബിസിനസ്സിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉള്ളൊരു സങ്കല്പമാണ്. വൈകുന്നേരം വളരെ കഷ്ടപ്പെട്ട് 12 മണിക്ക് വരുന്ന അച്ഛൻ, അല്ലേ, ബിസിനസ്സിൻ്റെ കടയൊക്കെ സ്വന്തമായിട്ട് പൂട്ടിയിട്ട്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇന്നെല്ലാം ഒരു സിസ്റ്റം ഓറിയൻറ്റഡായി. ഓട്ടോമേഷൻ എത്രയോ സമയത്തെ നമ്മുടെ സേവ് ചെയ്യുന്നു. നമ്മുടെ ബിസിനസ് ഓട്ടോമേഷൻ, പ്രോസസ് ഓട്ടോമേഷൻ എല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തില്ലേ. നമ്മുടെ ഒരു സ്ഥാപനത്തെ എടുത്താൽ സ്റ്റാർട്ടിങ് ഫ്രം പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ്, ആ പർച്ചേസ് ഓർഡർ ഇപ്പം മാനുവലല്ലോ, അതൊക്കെ ഓട്ടോമേറ്റഡ് ആണല്ലോ. ഇൻവെൻട്രിയിൽ ഗോഡൗൺസ്, വെയർ ഹൗസുകൾ ഓട്ടോമേറ്റഡ് ആയിക്കഴിഞ്ഞു, അല്ലേ? അവിടുത്തെ പ്രോസസ്സുകളെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ സിംഗിൾ ക്ലിക്കിൽ പണ്ട് ദിവസങ്ങളെടുത്ത് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങൾ ഇന്നൊരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഓട്ടോമേഷൻ എടുക്കും. അപ്പോൾ സമയം ഒത്തിരി ഇപ്പം നമുക്ക് സേവ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ ഈ പ്രോസസ്സ് ഓട്ടോമേഷൻ വന്നതോടുകൂടി. അപ്പോൾ അതിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് AI സഹായത്തോടെ ഇനി വലിയ വിപ്ലവം വരാൻ പോകുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ഇതിൻ്റെ പ്രക്രിയകളെല്ലാം ഒന്ന് ലഘൂകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ടോട്ടൽ ഓപ്പറേഷൻസിനെയൊക്കെ ഭയങ്കര സിമ്പിളായി, കുറച്ചുകൂടെ ഫാസ്റ്റായി. അപ്പം നമുക്കതെല്ലാം സഹായകരമായിട്ടുണ്ട്. അപ്പം അങ്ങനൊരു വർക്ക് ലൈഫ് ബാലൻസ് അതൊക്കെ ആദ്യം മുതൽ തന്നെ നമുക്കുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയുള്ള യാത്രകൾ, ഇതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനുവേണ്ടി മീറ്റിങ്ങുകൾ കൂടുന്നു, ഇതൊക്കെ രസമല്ലേ, അല്ലേ? സത്യം അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അതിനുവേണ്ടിയാണല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ക്രൈസിസ് വരുന്നു, പെട്ടെന്ന് അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ആ ക്രൈസിസിൽ നമ്മൾ പുറത്തു വരുന്നു. അപ്പം അതിനെയൊക്കെ നമ്മൾ ആ രൂപത്തിൽ കാണുന്നു. പക്ഷേ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ ആ ക്രൈസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, പിന്നെ പിറ്റേ ദിവസം രാവിലെയല്ലേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബാലൻസ് നന്നായിട്ടുണ്ട് ഉറപ്പായിട്ടും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് റിസ്ക് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ചില സമയത്ത് ഹീസ് ഇൻ ദി പോഷസ്റ്റ് ഓഫ് ദി കാസ്, കാരണം ബിസിനസ് ഭയങ്കര ഹൈ ആണ്. ചില സമയത്ത് വളരെ വാഹനം ഇല്ലാതിരുന്ന സമയവുമുണ്ട്. വലിയൊരു വീട്ടിൽ താമസിക്കുന്നതും കാണാം, ചിലപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ചെറിയ വീട്ടിൽ പോകുന്നതും കാണാം. അപ്പോൾ പല പല അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം, അതായത് റിസ്ക് എടുക്കുന്നതാണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് പേ ഓഫ് ചെയ്യും, ചിലതിൽ പണി കിട്ടും. ആസ് എ ബിസിനസ്സുകാരൻ, ആസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം ഒരാൾ റിസ്ക് എടുക്കണം? കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക്കുകൾ എടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. അത് കാലഘട്ടത്തിനും പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ 10 വർഷം മുമ്പ് എടുക്കുന്ന റിസ്ക്കുകളല്ലോ ഇന്ന് എടുക്കേണ്ടത്, ഇന്ന് വേറെ രീതിയിലാണ് എടുക്കേണ്ടത്.
അപ്പോൾ അതിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ അതിലുണ്ടാകണം. ആ റിസ്ക് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ബിസിനസ് എന്ന് പറയുന്നതിന് റിസ്ക് ആണല്ലോ. അപ്പം അത് 100% എടുക്കണം. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പലപ്പോഴും എനിക്കൊന്ന് ഡിസിഷൻ മേക്കിംഗ് വളരെ ക്രിട്ടിക്കലാണ്. ഞാനെപ്പോഴും കാണാറുണ്ട്, ഇപ്പം ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ വളരെ ഔന്നത്യത്തിൽ നിന്നിരുന്ന ആളുകൾ പിന്നെ ഒന്നുമല്ലാതായി മാറിയ ചരിത്രമേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചില തീരുമാനങ്ങളാണ്, അവർ വൈകാരികമായ ചില തീരുമാനങ്ങൾ ആ സമയത്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡിസിഷൻസ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിച്ച് ഇമോഷണൽ ഡിസിഷന് പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ഡിസ്കഷൻ വെക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും നമ്മുടെ ഡിസിഷൻ ഇമോഷണലി ആയി പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് മറ്റുള്ള ആളുകളുമായി ചേർന്ന് ഡിസ്കസ് ചെയ്ത് ഓരോ തീരുമാനം എടുക്കുമ്പോൾ ഗുണമോടെയാണല്ലോ. പലരുടെ തോട്ട്സ് വരുന്നു, അതിലേറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അവസാനം ഒരു തോട്ടിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നു, ആ ഡിസിഷനായിട്ട് മാറ്റി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം ഈ ഇമോഷണൽ ഡിസിഷൻസ് പലപ്പോഴും പല വൻകിട പ്രതിഭകളുടെയും, അത് ബിസിനസ്സിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ കലയിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും അവരെടുക്കുന്നൊരു നിലപാടാകാം ചിലപ്പം, അല്ലേ? അതിൻ്റെ പേരിൽ വലിയ വില പിന്നെ കൊടുക്കേണ്ടി വരാറുണ്ടല്ലോ. അതിനകത്തൊരു ബാലൻസ്ഡായിട്ട് ചിന്തിച്ച് തീരുമാനിക്കാൻ പറ്റിയാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഈ ഡിസിഷൻ്റെ ഒരു ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ ഡിസിഷൻ എടുക്കുന്ന രീതി. പക്ഷേ ദർ ആർ ടൈംസ് വെൻ ദർ ആർ മെനി പാർട്ടീസ് ഇൻവോൾവ്. ചില സമയങ്ങളിൽ യു നോട്ട് 100% ഷുവർ ഈ ഡിസിഷൻ റൈറ്റ് ആണോ. ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് 100%. ഈ ഒരു അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ഇത്ര ശതമാനം നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു റിസ്ക് അനാലിസിസ് നടത്തുമ്പോൾ ആസ് എ ബിസിനസ്സുകാരൻ സാറ് അത് എത്ര പെർസെൻറ്റേജിലാണെങ്കിൽ ആ റിസ്കിലോട്ട് എടുത്തിയാടും? അവിടെ ഞാൻ മുമ്പേ കാൽക്കുലേറ്റഡ് എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഇടാൻ പറ്റുപോയി, ഇൻറ്റ്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് കാൽക്കുലേഷൻസ് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള ഡേറ്റയാണല്ലോ. മറ്റത് ഇൻറ്റ്യൂഷൻ നമ്മളൊരു പ്രഡിക്ഷൻ ആണല്ലോ. ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിലാണ് പല ഡിസിഷൻസും നമ്മളൊക്കെ എടുക്കാറുള്ളത്. കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് ആളുകൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലേ? അതൊക്കെയാണല്ലോ നമ്മൾ. പക്ഷേ അവിടെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഇൻറ്റ്യൂഷനാണ്. അപ്പോൾ ആ ഇൻറ്റ്യൂഷനകത്ത് നമ്മുടെ എന്തെങ്കിലും സവിശേഷമായി നമുക്കവിടെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആ ഇൻറ്റ്യൂഷനിൽ വരും. അപ്പം ഈ ഇൻറ്റ്യൂഷൻ ചിലർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അവിടെ മുമ്പേ പറഞ്ഞ് ഈ കാൽക്കുലേഷന് പുറത്തുള്ളൊരു കാര്യമാണ്. കാൽക്കുലേഷൻ പുറത്തൊരു കാര്യം കൊണ്ടുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. ഇതിൻ്റെ ഒരു മിക്സാണ്. അപ്പം ഈ ചില സമയത്ത് ചിലരുടെ ഇൻറ്റ്യൂഷൻസ് ലേക്ക് അവർ പോകുമ്പോൾ ഈ വൈകാരികത കൂടുന്നതാകാം. എനിക്കറിയില്ല, ഞാനത് പറയാൻ ആളല്ല, അതിൻ്റെ ഒരു എക്സ്പേർട്ട് അല്ല ഞാൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനകത്തൊരു അതിവൈകാരികത പലപ്പോഴും നമ്മളിടുമ്പോൾ, ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു സ്റ്റോർ ഇടുന്നത് നമുക്ക് ജയിക്കാൻ വേണ്ടി നമുക്കൊരു സ്ഥലത്തൊരു സ്റ്റോർ ഇടാം. പക്ഷേ മറ്റൊരാളെ തോൽപ്പിക്കാനായിട്ടൊരു സ്റ്റോർ ഇടുന്നത് അതൊരു വൈകാരിക ഡിസിഷനാണ്. തോൽപ്പിക്കാൻ വേണ്ടി ഇടത്തില്ലെന്നല്ല, പക്ഷേ നമ്മൾക്ക് ജയിക്കാമെന്ന് പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ള നോട്ടാണല്ലോ. അപ്പം അവിടെ അതിനുള്ള പൊട്ടൻഷ്യൽ എന്തൊക്കെയുണ്ടോ, നമുക്ക് ജയിക്കാൻ സാധ്യതകളുണ്ടോ, നമ്മുടെ സാധ്യത എവിടെ ഉണ്ടോ, പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇൻറ്റ്യൂഷൻ പലപ്പോഴും പാളിപ്പോകുമ്പോഴാണ് ചില ഡിസിഷൻസ് പാടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഇൻറ്റ്യൂഷനകത്ത് വൈകാരിക എലിമെൻ്റ് എത്രത്തോളം കൂടുതലുണ്ടോ അത് ആയിരിക്കാം എനിക്ക് തോന്നുന്നു. ഇൻറ്റ്യൂഷൻ്റെ കാര്യം സാർ പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ അതിനോട് ചേർത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലക്ക് എന്നുള്ളത്. ഓക്കെ, ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിൽ ശരിക്കും സാർ ഇപ്പോൾ ഇത്രയോ വർഷമായി സാർ എത്ര സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി, ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ എൻ്റെ ഡിസിഷൻ പ്ലസ് ഇൻറ്റ്യൂഷൻ പ്ലസ് ഈ ഒരു ലക്കും കൂടി, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ലക്കിനൊരു പാർട്ടുണ്ടോ? ലക്കെന്നാണ് അതിനെ വിളിക്കേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ ഇൻറ്റ്യൂഷനോ കറക്റ്റ് ആയതുകൊണ്ട് ബിസിനസ് വിജയിച്ച ഒരാളായിട്ട് മാത്രം കരുതുന്ന ഒരാളല്ല. ഞാനങ്ങനെ കരുതുന്നില്ല. എനിക്ക് എന്നിലേക്ക് വന്നു ചേർന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഇതിനെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ നല്ല ടീമാകട്ടെ അല്ലെങ്കിൽ നല്ല കസ്റ്റമറാകട്ടെ, ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എന്നോട് രേണു ചോദിച്ചൊരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടി ഇപ്പം പറയാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുമ്പോൾ ഉള്ളൊരു കാര്യത്തെ, അപ്പം എനിക്കെപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാറുണ്ട്. ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചെറിയ കാറായിരിക്കും ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കും, അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ കാർ നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ വളരെ കൂടുതൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം അതിനെ ലക്കെന്ന് വിളിക്കാമെങ്കിൽ ഉറപ്പായിട്ടും അത് ലക്കാണല്ലോ. അത് നമ്മുടെ ഒരു എഫേർട്ടോ, നമ്മുടെ എഫേർട്ട് ഇടുന്നത് നമ്മുടെ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയില്ല. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് മുകളിൽ നമുക്ക് കിട്ടിയെന്ന്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിലേ ഇതുവരെ അങ്ങനെ എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചതിൽ എത്രയോ കൂടുതൽ ഇങ്ങനെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് ഞാൻ പണം മാത്രമല്ല കേട്ടോ, സ്നേഹം, കരുതൽ, അങ്ങനെ എല്ലാ ആസ്പെക്റ്റും നമുക്ക് മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ സ്ഥാപനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഭയങ്കര നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിലുള്ള കാര്യങ്ങളാണ്. അപ്പം ആ രീതിയിൽ അതിനെ ഭാഗ്യം എന്ന് വിളിക്കാമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇപ്പം
ഓക്സിജൻ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഇന്നോവേഷൻസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് തുറന്നിട്ടൊരു എക്സ്പീരിയൻസ് കൊടുക്കുക. അങ്ങനെ ഈ വന്ന സമയങ്ങളിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേറെയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനിയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓക്സിജൻ്റെ പ്ലാൻ? അത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ റിസ്ക് പലപ്പോഴും എടുത്തിട്ടുള്ളത്. ലാപ്ടോപ്പ് തുറന്ന് ആദ്യം കേരളത്തിൽ വെച്ചപ്പോൾ ആ ലാപ്ടോപ്പ് വിറ്റ് പോയില്ലെങ്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ സ്റ്റക്കാണ്. തുറന്നു വെച്ച ലാപ്ടോപ്പുകളെ അങ്ങനെ വിറ്റ് പോകുമോ, അല്ലെങ്കിൽ തുറന്നു വെച്ചാൽ അത് ആളുകൾ അത് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു റിസ്ക് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള റിസ്ക്കുകൾ, അപ്പം ഈ സ്റ്റോർ എക്സ്പീരിയൻസിനകത്ത് നമ്മളിപ്പോഴും റിസ്ക്കുകൾ എടുക്കാറുണ്ട്. അപ്പം ഇന്നോവേഷൻ, ഇപ്പം ഏറ്റവും കുറഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടർ ഞങ്ങൾ 20 വർഷം മുമ്പ് തന്നെ 9999, അതായത് 10,000 രൂപ കുറച്ച് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, കൈരളി കമ്പ്യൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ, മലയാളീകരിച്ചൊരു പേരൊക്കെ ഇട്ട് കൈരളി കമ്പ്യൂട്ടർ ഞങ്ങൾ അന്നിട്ട്. അപ്പോൾ അതൊരു ഹ്യൂജ് റിസ്ക് ആയിരുന്നു. ബൾക്കായിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി എൻ്റെ മദർ ബോർഡും പ്രൊസസ്സറും ഒക്കെ വാങ്ങേണ്ടി വന്നു, വലിയ നെഗോസിയേഷൻസ് ഒക്കെ. അപ്പം 1 രൂപ പോലും നമ്മൾ അതിനകത്ത് പ്രോഫിറ്റ് കാര്യമായിട്ട് ബുക്ക് ചെയ്തില്ല. പക്ഷേ കമ്പ്യൂട്ടറിനെ ജനകീയമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. അതിനകത്ത് ജനകീയമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കിട്ടും എന്നുള്ളതായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ആവറേജ് വില അതെ, ആവറേജ് അതിലോട്ട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകളും അങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻസും, അതായത് ഇതിനൊന്ന് ജനകീയവൽക്കരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയി കഴിഞ്ഞു. പണ്ട് കമ്പ്യൂട്ടറിന് 1,00,000 രൂപ വില എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ 10,000 രൂപ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കും ഇതെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതാണ്. പിന്നെ ഒരു ബിസിനസ്സിൽ മാർക്കറ്റ് അവെയർനെസ് നിങ്ങൾക്കുള്ള പോലെ തന്നെ കസ്റ്റമറും അവെയർ ആയിരിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പലപ്പോഴും കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനും വളരെ മുകളിലേക്കായിരിക്കാം. അപ്പം കസ്റ്റമർ അവെയർ ആയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന സന്ദർഭങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടോ ഈ മാർക്കറ്റിൽ? കുറഞ്ഞു വരികയാണ്, വളരെ കുറഞ്ഞു വരികയാണ്. കസ്റ്റമർക്ക് നല്ല അവെയർനെസ് ഉണ്ട്. പലപ്പോഴും നമ്മളെക്കാൾ അവർ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. വളരെ സൗകര്യമാണ്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കൺഫ്യൂഷൻസ് പിന്നീട് ഒഴിവാക്കാം. അവർക്ക് ഓൾറെഡി കാര്യങ്ങൾ അറിയാം. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തൊരു ഉൽപ്പന്നമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീടൊരു കൺഫ്യൂഷനും പരാതികളും കുറയുമല്ലോ. മറ്റേത് അവർക്കൊന്നും അറിയില്ല, നമ്മൾ മാത്രമായിട്ട് സജസ്റ്റ് ചെയ്ത ഉൽപ്പന്നം അതെങ്ങാനും സ്യൂട്ടായില്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്ത പോലെയൊക്കെ അവർക്ക് തോന്നാമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നു ഇപ്പം കാര്യങ്ങൾ. അത് വളരെ പോസിറ്റീവാണ്. അതുപോലെ സാറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇപ്പം ചില ആളുകളുണ്ട്, ഇപ്പോൾ CEOs ആണെങ്കിലും MDs ആണെങ്കിലും ഒന്നവർ ആർക്കും അപ്രോച്ചബിൾ ആയിരിക്കില്ല, അവരുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. സജഷൻസ് പറഞ്ഞാലും ഈഗോ മുന്നിൽ നിൽക്കുന്ന വലിയ ചില ബിസിനസ്സുകാരുടെ ആയിട്ടുള്ള അടുത്ത് ഇടപഴകിയിട്ടുള്ളതിൽ നിന്ന് എനിക്കറിയാം. ഇപ്പം അപ്പനും മകനും ആണെങ്കിൽ പോലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് പറയുന്നത് ഇഷ്ടമല്ലാത്ത പോലെ പെരുന്തച്ചൻ കോംപ്ലക്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ആസ് എ ലീഡർ, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി എ ഗുഡ് ലീഡർ, ഒരു കമ്പനി ഏറ്റവും മുന്നിലോട്ട് നയിക്കുക എന്നുള്ളതിൽ. അപ്പോൾ സാറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ, അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ അതെങ്ങനെയാണ്? ഒന്ന്, എൻ്റെ പരിമിതികൾ എനിക്ക് നന്നായി അറിയാം എന്നുള്ളതാണ്. ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക നമ്മൾ കേൾക്കാനായിട്ട്. വാസ്തവത്തിൽ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഓക്സിജനിൽ ആരെങ്കിലും പറയണം എന്നാണ് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു പുരോഗമനപരമായിട്ടുള്ള നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു തോട്ട് ഓക്സിജന് വേണ്ടി നമ്മുടെ ടീമിലുള്ള ആൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പരിമിതമായ കഴിവുകളുള്ള ആളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അഭിപ്രായങ്ങളെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നമ്മളത് ചർച്ച ചെയ്യുന്നു, നമ്മളത് അതിനകത്ത് പ്ലസും മൈനസും നമ്മൾ അവരുമായിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ആ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ സാറിനൊരു വലിയ ആക്സിഡൻറ്റ് ഒരിടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്തായിരുന്നു സാർ? കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അതെ. അതൊക്കെ നമുക്ക് ഭയങ്കര പിന്നീട് പോസിറ്റീവായിട്ട് മാറാണ്. ഈ കാർ ആക്സിഡൻറ്റ് പോസിറ്റീവ് എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഈ ഒരു 6 months ഫുള്ള് വീട്ടിൽ തന്നെയൊക്കെ റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബെഡ് റിഡനൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടി. നമുക്ക് വലിയ റിയലൈസേഷൻസ്, നമുക്ക് ധാരാളം വായിക്കാനും ഒക്കെയുള്ള സമയം കിട്ടുകയാണല്ലോ. അപ്പം നമ്മളുടെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു മാറ്റം അങ്ങനെയും ഞാൻ ആ അവസരത്തെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അറസ്റ്റ് ചെയ്ത സമയമൊക്കെ പല ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് എല്ലാം പീപ്പിളാണെന്നുള്ളൊരു തിരിച്ചറിവ് അല്ലേ. നമ്മൾ ബിസിനസ്സിൽ ഫുൾ ടൈം ലൈവായിരുന്ന സമയത്ത് ആണ് അതുണ്ടാകുന്നത്. ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്തുന്ന നമ്മുടെ ടീമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ടീമിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് റിയലൈസ് ചെയ്യപ്പെട്ട അവിടെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒഴിവ് സമയം കിട്ടുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വായിക്കാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു വലിയ അവസരമായിട്ട് അത് മാറി. സാറിൻ്റെ ബിസിനസ്സിലെ ഒരു സ്റ്റൈല് റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സാർ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയോ, സാർ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ ഇത്ര ബാലൻസ് കാണുകയല്ല, ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്രം എക്സ്പീരിയൻസ്, ഇപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഒരു ബിസിനസ്സുകാരൻ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര % ശരിക്കും ഒരു റീഇൻവെസ്റ്റ് ചെയ്യണം? കാരണം മസ്റ്റായിട്ടും ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൽ എത്ര % വരെ റീഇൻവെസ്റ്റ് ചെയ്യണം? പെർസെൻറ്റേജ് ഞാൻ അങ്ങനെ കൃത്യമായി പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ബിസിനസ്സിൻ്റെ
ഒരു സാധ്യത മുന്നോട്ടുണ്ടെങ്കിൽ, ചില ബിസിനസ്സുകൾക്ക് ഡീഗ്രോയിങ് ആണ് വാസ്തവത്തിൽ, അത്തരം ബിസിനസ്സുകൾ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബെറ്റർ നമ്മൾ ചിലപ്പം ഡൈവേഴ്സിഫിക്കേഷൻ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ ആയിരിക്കുന്ന മേഖലയിൽ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റിന് മുഖ്യ പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും എനിക്ക് തോന്നുന്നു സംഭവിക്കുന്നത്, നമ്മളൊരു നല്ല ബിസിനസ് നിൽക്കുമ്പം തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു തോട്ടിൽ വല്ലാതെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഫണ്ട് കൊണ്ടുപോകും. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഫണ്ടിൻ്റെ ഇഷ്യൂ വരും, റൊട്ടേഷൻ ബാധിക്കും, നമ്മുടെ സപ്ലൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും. കാലക്രമേണ എക്സിസ്റ്റിംഗ് ബിസിനസ് വല്ലാതെ അങ്ങ് ഷ്രിങ്ക് ചെയ്യും. പുതിയ ഉദ്ദേശിച്ച ബിസിനസ് നന്നായി ഫ്ലറിഷ് ചെയ്ത് വന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇവഞ്ച്വലി നമ്മൾ അതിലേക്ക് പോകുന്നു. അപ്പം ഇതിൽ തന്നെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ പറമ്പിൽ ഒരു നിധി ഉണ്ടെങ്കിൽ അവിടെ കുഴിക്കണ്ടേ, അവിടെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ആ പ്രിൻസിപ്പിളാണ്. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. അല്ല, പാരലൽ നമുക്ക് ചെയ്യാം. പക്ഷേ മേജർ നമ്മുടെ ആ പ്രൈം ബിസിനസ്സിനകത്ത് നമ്മുടെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ക്യാഷ് ഫ്ലോയും കിടക്കണം. കാരണം അത് നമ്മുടെ ഒരു പ്രൈമായിട്ടുള്ള സംഭവമാണ്, ഫൗണ്ടേഷനാണല്ലോ. അതിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റ് ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു സുഹൃത്ത് വെരി ഫേമസ് ഒരു ആർക്കിടെക്റ്റാണ്. അപ്പം പുള്ളിക്ക് ഒരു ചെറിയ കാറായിരുന്നു. അപ്പോൾ ഈ കാറുമായിട്ട് പുള്ളി റേറ്റുകൾ പറയുന്നു. ഒരു തരത്തിലും ക്ലയൻസിന് ആ റേറ്റ് കൊടുക്കാൻ തയ്യാറല്ല. പുള്ളി പറയുന്ന റേറ്റ്, അവർ പറയുന്ന അത്രയും റേറ്റ് ഇല്ല, നെഗോസിയേഷൻ പ്രശ്നങ്ങളെല്ലാം. ആൻഡ് ഹി ബോട്ട് എ പ്രീമിയം കാർ. അതിനുശേഷം ക്ലയൻറ്റ് മീറ്റിങ്സിന് ചെല്ലുന്നു. പുള്ളി പറയുന്ന റേറ്റ് ഓക്കെയാണ്, ഒരു നെഗോസിയേഷൻ ഇല്ല. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ ബിസിനസ് ആണെങ്കിലും ക്വാളിറ്റിയുടെ കൂടെ തന്നെ ലുക്സും നമ്മൾ പോർട്രേ ചെയ്യുന്നൊരു ഇമേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷെ അത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ബിസിനസ്സിൽ നമ്മളങ്ങനെ നിൽക്കാനായിട്ട്, നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടാനായിട്ട്, ആളുകൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്? എനിക്ക് ഒട്ടും തന്നെ അങ്ങനെ തോന്നിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. മേ ബി ഇനിഷ്യൽ ഡേയ്സിലൊക്കെ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ തോന്നാം. മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. അവരവരുടേതായ രീതിയിൽ മാന്യമായ വസ്ത്രധാരണം, വൃത്തി മെനയുള്ള രീതിയിൽ. അതിനപ്പുറത്തേക്ക് പോഷ്നസ്, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കും. ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഷർട്ട്, ആ ബ്രാൻഡിൻ്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, എനിക്കൊരിക്കലും തോന്നാത്തൊരു ചിന്തയാണത്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്, നമ്മുടെ അകത്തുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ സംസാര രീതിയും അല്ലേ, നമ്മുടെ പെരുമാറ്റവും, അത്രയും വലിയൊരു അങ്ങനെ ഒരു ബ്രാൻഡല്ലേ, അതല്ല ഏറ്റവും വലിയ ബ്രാൻഡ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്നൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ ലക്ഷറിയസ് ബ്രാൻഡിനേക്കാൾ മുകളിലാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ പൊതുവിൽ ഈ നാട്ടിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ആളുകൾ ഏത് ബ്രാൻഡ് ഡ്രസ്സായിട്ടിരിക്കും നമ്മൾ ആരെങ്കിലും നോക്കാറുണ്ടോ? നമ്മൾ ആ വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ. പലപ്പോഴും ഡ്രസ്സിലേക്കൊന്നും അങ്ങനെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനൊരു ന്യൂനപക്ഷമായിരിക്കാം ചിലപ്പം, എനിക്കറിയില്ല. എനിക്ക് അവർ വന്ന കാർ ഏതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാനായിട്ട് തോന്നാറില്ല. ഇപ്പം നോക്കുന്നവർ ധാരാളം ഉണ്ട് കേട്ടോ, ഞാൻ ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഐ ബിലോങ്സ് ടു മറ്റേ സൈഡാണ്. കാരണം ആ വ്യക്തിത്വത്തിലാണ് നമ്മൾ ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ കാമ്പ് എന്താണ്, അവരുടെ സോൾ എന്താണ്, ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പം അല്ലേ അതിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പം നമ്മളെ കാണാനും നിരവധിയായിട്ടുള്ള ആളുകൾ വരുമല്ലോ, ബിസിനസ് ആയതുകൊണ്ട് നമ്മുടെ സപ്ലൈസ് വരും, അല്ലാതെ ഒത്തിരി ആളുകൾ വരാറുണ്ട്. അപ്പം ഈ സമൂഹത്തിൽ നിന്ന് പല രീതിയിലുള്ള ആളുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ ആ പേഴ്സണാലിറ്റീസിനെയാണല്ലോ ഇപ്പോഴും 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് എത്തുമല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് എത്താൻ പറ്റുമല്ലോ. ഞാനതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മറ്റേ വശം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഡസ് ഇറ്റ് സ്കെയർ യു? ലൈക്ക് ഭയങ്കരമായൊരു ഗ്രോത്ത്, ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, സാറിനോട് ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ടു ഫ്ലാഷി, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഭയങ്കര ഗ്രോത്ത്, അതിലൊരു ഡിസ്ട്രസ്റ്റ് ആസ് എ ബിസിനസ്സുകാരൻ സാറിന് വരുമോ? അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ അതൊരാളുടെ വലിയ സവിശേഷമായ കഴിവുകൾ കൊണ്ട് ഈ പെട്ടെന്ന് ഗ്രോത്ത് എടുക്കുന്ന 2 രീതിയിലും ഉണ്ടല്ലോ. ചിലർക്ക് പ്രത്യേക ചില കഴിവുകളുണ്ട് നമുക്കില്ലാത്ത, അതിൻ്റെ പേരിലും വലിയ ഗ്രോത്ത് എടുത്ത് വളരെ ഷോർട്ട് ടൈമിൽ ഗ്രോത്ത് എടുത്ത് ഫ്ലാഷി ആയിട്ടുള്ള ലെവലിലോട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഫ്ലാഷി എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിഗത താല്പര്യമാണ്, നമ്മളതിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഗ്രോത്താണ് ഉദ്ദേശിച്ചത്. ഗ്രോത്ത് എടുക്കുന്ന അത് കഴിവ്. പിന്നെ ചിലർ ഷോർട്ട് കട്ടിലൂടെ ഗ്രോത്ത് എടുക്കുന്നവരുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കഴിവിലൂടെ ഗ്രോത്ത് എടുക്കുന്നവരാണെങ്കിൽ നല്ലത് അല്ലേ, ഷോർട്ട് കട്ട്സ് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി ഒരു ബിസിനസ് നമുക്കറിയാം, ഇപ്പോൾ സാറ് പറഞ്ഞു ആദ്യത്തെ 7-8 ഇയേഴ്സ്, ബട്ട് യു ന്യൂ സാർ ഇതിലാണ് നിൽക്കണ്ടേ, സാർ അത് പ്രോഫിറ്റിലേക്ക് എത്തിക്കും എന്നുള്ളത് സാറിന് അറിയാമായിരുന്നു. അത് ഏത് പോയിന്റിലാണ് ഒരു ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുകയോ ഡൈവേഴ്സിഫൈ ചെയ്യുകയോ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുമോ? അതിനും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ആപേക്ഷികമാണ്. കാരണം ആ ബിസിനസ്സിന് സാധ്യത മുന്നോട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ ചില പ്രോസസ്സിലെ ഇഷ്യൂസ് ഉണ്ടാകാം നമ്മൾ അന്ന് അങ്ങനെ ആയതേ. ഞാൻ തന്നെ ചിന്തിക്കുമ്പോൾ
എൻ്റെ നടത്തിപ്പിലെ കുഴപ്പം കൊണ്ടാണ്, മാർക്കറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ലോസിൽ ഓടിയത്. ഒരിക്കലും മാർക്കറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പലപ്പോഴും ഒരാൾ ബിസിനസ് ലോസിൽ വരുന്ന ഉടനെ മാർക്കറ്റിനെയും കോമ്പറ്റീറ്റേഴ്സിനെയും ആളുകളെയും കുറ്റപ്പെടുത്തും. ആളുകൾ ബാർഗെയിൻ ചെയ്യുന്നു, കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ പ്രശ്നങ്ങളെന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ അതേ ബിസിനസ് മറ്റൊരാൾ നന്നായി നടത്തുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ പ്രോസസ്സിൻ്റെ വിഷയമായിരുന്നു, നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രോബ്ലമായിരുന്നു എന്നുള്ള ആ റിയലൈസേഷനിൽ നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതേ ബിസിനസ് തന്നെ നമുക്ക് രണ്ടാമത് കൊണ്ടുവരാൻ പറ്റും. അത് നിർത്തേണ്ട ആവശ്യം വരില്ല. പക്ഷേ പ്രൊവൈഡഡ് ആ പ്രോഡക്റ്റിനോ ആ സേവനത്തിനോ നാട്ടിൽ ആവശ്യം ഉണ്ടായിരിക്കണം, അല്ലേ? ഉണ്ടെങ്കിലേ നമ്മളതിന് പണിയെടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം പിന്നെ അതിൽ എഫർട്ട് ഇട്ടിട്ട് കാര്യമില്ല. ചിലർ തീർത്തും ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റിലോ സേവനത്തിലോ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യും, അല്ലേ? അതിൻ്റെ പേരിൽ ഫെയിലിയേഴ്സ് വരാറുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അല്ലേ, ബിസിനസ്സിൻ്റെ ബാലപാഠമാണല്ലോ. ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന് ഈ നാട്ടിൽ ഒരു ആവശ്യകതയുണ്ടോ, ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പം ഞങ്ങൾ കമ്പ്യൂട്ടറായിരുന്നു തുടങ്ങിയത്, അതറിയാമല്ലോ, വലിയ സൊല്യൂഷനാണല്ലോ ആളുകൾക്ക് കൊടുത്തത്. അപ്പോൾ അന്ന് അത് ആ ഒരു കാഴ്ചപ്പാടിലാണ്. ഇപ്പോൾ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന പല ടൈപ്പ് ബിസിനസ്സുകളുണ്ടല്ലോ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് ഡിഫറൻ്റായിട്ട് എങ്ങനെ ആളുകൾക്ക് നല്ല ഭക്ഷണം വ്യത്യസ്തമായി ഭക്ഷണം കൊടുക്കുക എന്നുള്ള, വ്യത്യസ്തമായി നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം വലിയ തിരക്കല്ലേ, പാർക്കിംഗ് കിട്ടുന്നില്ല നമുക്ക്. ഇപ്പോൾ എറണാകുളത്തൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തൊക്കെ നമ്മൾ പോകണം, അല്ലേ? വ്യത്യസ്തമായ നല്ല ഭക്ഷണം കൊടുക്കും. അപ്പം അതിനകത്ത് ആ ഡിഫറൻസിയേഷൻ അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പം അത് കൊണ്ടുവരാതെ നമ്മൾ ബിസിനസ് തുടങ്ങുന്നു എന്നുള്ളൊരു താഴെയുള്ള പലപ്പോഴും നമുക്ക് അവിടെ കസ്റ്റമറെ കിട്ടാതെ വരുന്നു എന്നുള്ളതേ. പലപ്പോഴും കൺസ്യൂമർ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് സംഭവം. ഇനി വൺ പീസ് ഓഫ് അഡ്വൈസ് ടു ഓൾ യങ് ഓൺടർപ്രണേഴ്സ് സാർ കൊടുക്കുകയാണെങ്കിൽ? അല്ല, അങ്ങനെ ഒരു അഡ്വൈസിനുള്ള ഒരാളായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയം. സാറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് സാർ പറയുകയാണെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് നമ്മൾ ക്ഷമ, ഒരു പേഷ്യൻ്റായിട്ട്, ഒന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ആയിരിക്കണം. രണ്ട്, നമ്മുടെ പ്ലാൻ കൃത്യമായിട്ടുണ്ടാകണം. ആ പ്ലാനിനനുസരിച്ചൊരു സിസ്റ്റംസും പ്രോസസ്സും. പലപ്പോഴും നല്ലൊരു പ്ലാൻ ഉണ്ടാവും, പക്ഷേ ആ ഒരു സിസ്റ്റം ഉണ്ടാകത്തില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റവും പീപ്പിളും ഉണ്ടാകത്തില്ല. ഓണർക്ക് നല്ലൊരു ആശയമുള്ള ഒരാളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല പീപ്പിൾ അവിടെ വരണം, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. പീപ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, പീപ്പിളിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടാകണം. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനൊരു ഉൽപ്പന്നം നമുക്കുണ്ടെന്നുള്ള ജനങ്ങളറിയണം. അപ്പം നല്ലൊരു മാർക്കറ്റിംഗ് സംവിധാനം നമുക്ക് അത്യാവശ്യമാണ്. പല സ്ഥലത്തും നല്ല പ്രോഡക്റ്റ്സ് വരെ എത്തി, പക്ഷേ ജനങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാതെ പോയ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, ആളുകൾ വാങ്ങി തുടങ്ങി. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്കെയിലബിലിറ്റി, അല്ലേ? നമ്മൾ ആയിരിക്കുന്ന മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിലേക്ക് ഒന്ന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടെ നമുക്കുണ്ടെങ്കിൽ, അതിൻ്റെ ഓട്ടത്തിലാണ് നമ്മളെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങിയ ആശയം വേറെ നമ്മളെക്കാൾ വലുതായിട്ട്, നമ്മൾ പറയും ഒരു ബ്രാൻഡ് എന്നാണോ ഞാൻ തുടങ്ങുന്ന ബ്രാൻഡ് എന്നേക്കാൾ വലുതാകുന്നത്, അപ്പം മാത്രമാണ് ആ ബ്രാൻഡ് സക്സസ് ആയത്. എന്നിൽ തട്ടി നിൽക്കുമ്പോൾ ആ ബ്രാൻഡ് സക്സസ്ഫുൾ അല്ലല്ലോ. എൻ്റെ മുകളിലോട്ട് ബ്രാൻഡ് ചലിക്കുമ്പോഴാണ് ബ്രാൻഡ് സക്സസ്ഫുൾ. അപ്പോൾ അതുവരെ അതാണ് സ്കെയിലബിലിറ്റി ഞാൻ ഉദ്ദേശിച്ചത്. അതുവരെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡ് വലുതായി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ആ ഗ്രോത്തിൽ, ആ സ്കെയിലബിലിറ്റിയിൽ അത് അൺലിമിറ്റഡാണ്, അല്ലേ? അത് രാജ്യങ്ങളില്ല, അതിന് യൂണിവേഴ്സാണല്ലോ. അത് ഏത് ലെവലിലേക്ക് ഒരു പ്രൊഡക്റ്റ് പോകാൻ പറ്റുമല്ലോ, ഒരു സർവീസിന് പോകാൻ പറ്റുമല്ലോ. ഇത്രയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് പറയാനൊരു അത്ര പഠനമുള്ള ഒരാളല്ല, പക്ഷേ എൻ്റെ മിനിമം ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞു മാത്രം. സാർ വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. സാറിനെ നേരിട്ട് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് രേണു. വളരെ നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പോകാറുണ്ടെങ്കിലും വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള നല്ല ചോദ്യങ്ങളായിരുന്നു. മനസ്സ് തുറന്ന് നമുക്ക് വെറും ഒരു സംസാരം പോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ അപ്പുറം നമ്മൾ നല്ല നിമിഷങ്ങളായിരുന്നു. ഞാനത് ഓർത്തിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.